അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഇതെവിടെ ബുക്ക് വെക്കുന്നത്? അപ്പം നമുക്ക് എന്താണ്, ചന്ദ്രികാമ്മക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് എന്ന്. എന്നിട്ട് പൊന്ന് പറഞ്ഞില്ലല്ലോ എന്താണ് അമ്മക്കുട്ട പറയാതിരുന്നത്? മഞ്ജരീസ് ലോകമെമ്പാടും ഉണ്ട്. എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എൻ്റെ ചന്ദ്രികാമ്മക്കുട്ടൻ അമ്മയ്ക്ക്. ഹരേ കൃഷ്ണ. അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ, പ്രാർത്ഥിക്കും. ഓക്കെ അമ്മ, ഹരേ കൃഷ്ണ. പിന്നെന്താ, പിന്നെ ഷൈജു പ്രഭു എൻ്റെ പനി മാറി 2 ആഴ്ചയെന്നു. അയ്യോ, മുരുകൻ പ്രഭു കുറേ ദിവസമായി ലൈവിൽ കണ്ടിട്ട്. ശശി കല്ലട പ്രഭു ഹായ്. പ്ലീസ്, ഞാനിപ്പോൾ ഗുരുവായൂരാണ്. നെറ്റ് കട്ടാവുന്നുണ്ടോ നോക്കാം നമുക്ക്. വൈഫൈ 1-2 വൈഫൈ ഓഫ് ചെയ്യാം ഫോണിൽ. ഇവിടെ പ്രശ്നമില്ല. എല്ലാവരും ഒക്കെ പനിയൊക്കെ ഒന്ന് വരാതൊന്ന് സൂക്ഷിക്കും. സൗന്ദര്യമ്മ നോക്കണം കേട്ടോ. വേണം രണ്ടിനെയും നമുക്ക് ശരിയാക്കണം. ഇവരെ പരിപാടി എന്താ പറയുക, രാത്രി ഞാനും ദിവ്യയും വിഷ്ണു ഒരുമിച്ചൊരു ബെഡിലാണ്. ബിന്ദുമ്മ ഞങ്ങൾ 4 പേരും കിടക്കാറ്. നോക്കുമ്പം ഇവർ രണ്ടും കൂടെ ബാൽക്കണിയിൽ 2 ചെയറൊക്കെ ഇട്ട് ഒരു ടേബിളൊക്കെ ഇട്ട് പാതിരാത്രി 2 മണിക്ക് കഥ പറച്ചിലേ അവരെ ജോലി. എന്ത് കഥയാണ് പറയണമെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. കഥ പറച്ചിൽ, മഞ്ജരീസ് ഡെവലപ്പ് ചെയ്യുന്ന കഥ പറച്ചിൽ. കുറച്ച് നേരമൊക്കെ ഞാൻ വിളിക്കും കിടക്കാൻ പറഞ്ഞിട്ട്, പിന്നെ വരില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു 3-3:30 ആകുമ്പോൾ രണ്ടും കൂടെ അടി ഉണ്ടാക്കുന്നത് കാണാം. അടി ഉണ്ടാക്കിയിട്ട് 2 വശത്തേക്ക് തിരിഞ്ഞ് കിടക്കുന്നത് കാണാം. ഞാൻ അതിലൊന്നും ഇടപെടാറില്ല, എന്നെക്കൊണ്ട് വയ്യ സത്യത്തിൽ ഇടപെടാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം. പിന്നെ ജയന്തിയമ്മ കുറച്ച് ദിവസമായിട്ട് എന്നോട് അടി ഉണ്ടാക്കി നടക്കുകയാണ്. മിണ്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കാം. ഇനി മിണ്ടിയില്ലെങ്കിൽ ഞാൻ നേരെ എവിടെ പോകണം, എറണാകുളം പോകണം മിണ്ടിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ ഒരമ്മ. എല്ലാം കുട്ടികളാണ് മഞ്ജരീസിൽ. മായാമാതാജി നാളെ വിളിക്കുമോ? രാവിലെ ക്ലാസ് കഴിഞ്ഞ് ഇനി ഡിന്നർ ഉണ്ടാക്കണം. ഡിന്നർ ഉണ്ടാക്കി കഴിച്ച് 2.5 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കാണ് എൻ്റെ എന്താ പറയുക, ഇതങ്ങ് തീരും, എനർജി അങ്ങ് തീരും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഡിന്നർ ഉണ്ടാക്കി കുളിച്ച് കിടക്കുമ്പോഴേക്ക് എന്തായാലും സമയം. രാവിലെ വിളിച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. വിളിക്കുമോ രാവിലെ? നമുക്ക് സംസാരിക്കാം. ഓക്കെ. പിന്നെ ആരാളെ? ശാലിനി മാതാജി വിഷമിക്കില്ലേട്ടോ. മായ മാതാജി രാവിലെ വിളിക്കൂ കേട്ടോ, ഞാൻ എടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഒരു 5 മിനിറ്റ് നമുക്ക് വിശേഷം പറയുന്ന സമയമാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഒരാൾ, ഞാനിങ്ങനെ ക്ലാസ് കഴിയുമ്പോൾ ഇങ്ങനെ കമൻസ് നോക്കുമല്ലോ നമ്മൾ. അപ്പോൾ കമൻസ് നോക്കിയപ്പോൾ ഒരാൾ കമൻറ്റിൽ ഇട്ടിരിക്കുകയാണ്, നമ്മുടെ ക്ലാസ് ഒന്നും കാണാത്ത മഞ്ജരീസായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, ലിപ്സ്റ്റിക്ക് കുറഞ്ഞു പോയി എന്ന്. അപ്പം ഞാൻ തിരിച്ചൊരു കമൻറ്റ് ഇട്ടെടുത്തു. ഈശ്വര, അവരായിരിക്കും മഞ്ജരീസിൻ്റെ പേജിൽ നിന്ന് വന്ന് റിപ്ലൈ നോക്കുന്നു. ഞാൻ തിരിച്ചിട്ട് റിപ്ലൈ കൊടുത്തു. എന്താണെന്നറിയാമോ? അയ്യോ, ലിപ്സ്റ്റിക്ക് കുറഞ്ഞു പോയോ, എനിക്കും തോന്നി കേട്ടോ, നാളെ മുതൽ ശരിയാക്കാം, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട്. ഇനി എന്ത് കമൻ്റാണോ വരാൻ പോണത്. പ്രീത മാതാജിയടാ, പ്രമീള മാതാജിയല്ല. അവൻ്റെ ചങ്കാന്ന് പ്രീത മാതാജി. വിളിച്ച മാതാജി. എൻ്റെ പേര് പറയൂ മാതാജി. ശോഭാ പ്രദീപ് മാതാജി, ശോഭാ പ്രദീപ് മാതാജി, ശോഭാ പ്രദീപ് മാതാജി. ലവ് യു ശോഭാ പ്രദീപ് മാതാജി. ലേലം വിളിച്ചു ശോഭാ പ്രദീപ് മാതാജിനെ. അയ്യോ, ലാലി ശ്രീനിവാസൻ മാതാജി എവിടെ? സുരേഷ് കുമാർ പ്രഭു, ഭാരതിക്കുട്ടനമ്മ. ഇന്നത്തെ വിഷയം എന്താന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഹനുമചരിതം. ഹനുമാൻ സ്വാമി ഇങ്ങനെ നല്ല പീക്ക് ലെവലിൽ നിൽക്കുക, നമ്മൾ വിടാൻ പാടില്ലല്ലോ. ശ്രീകണ്ഠൻ പ്രഭുവിനെ കാണുന്നില്ല. അജിത് കുമാർ പ്രഭു വന്നു. രാജലക്ഷ്മി അമ്മ നമസ്തേ. ലാലി ശ്രീനിവാസൻ മാതാജി വന്നു. തങ്കമണി അമ്മ, എൻ്റെ വിച്ചൂട്ട. എൻ്റെ വിച്ചൂട്ടാ, വിച്ചുവിന് നത്താഴില്ല, തീർന്നു. RLV രാജേഷ് പ്രഭു കുറേ നാളായി ക്ലാസ്സിൽ കണ്ടിട്ട്, എവിടെയോ മുങ്ങി. നളിനി അമ്മ വന്നു. പത്മിനി അമ്മ വന്നു. സോമൻ നമ്പ്യാർ പ്രഭു, പറയാതിരിക്കുമോ ഞാൻ? സോമൻ നമ്പ്യാർ പ്രഭു, സോമൻ നമ്പ്യാർ പ്രഭു, സോമൻ നമ്പ്യാർ പ്രഭു, സോമൻ നമ്പ്യാർ പ്രഭു 4 പ്രാവശ്യം പറഞ്ഞു. ജലജ മാതാജി, ജലജ മാതാജി, ജലജ മാതാജി ഞാൻ കണ്ടു. ഞാൻ അബുദാബിയിൽ നിന്നാണ്. സുരേഷ് കുമാർ പ്രഭു ഹരേ കൃഷ്ണ. ആശ സുരേഷ് മാതാജി, ബിജു പ്രഭു, രാജലക്ഷ്മി മാതാജി, ചന്ദ്രികാമ്മ, ജയശ്രീ, പാച്ചു പാച്ചു,
അശ്വിനി അനിൽകുമാർ മാതാജി, സോമൻ പ്രഭു ഹരേ കൃഷ്ണ, സിന്ധു ശ്യാം മാതാജി, ബിജി കുമാർ പ്രഭു, മോഹനൻ മൂലയിൽ പ്രഭു, പ്രമീള സുധാകരൻ മാതാജി, ഉഷ അജയ് ഘോഷ്, ആതർഷ്, അത് എനിക്ക് ബാക്കി മനസ്സിലാവുന്നില്ല, ഗിരിജ ബേബി കുമാർ മാതാജി. ഇല്ല, ഇനി നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കില്ല. ജയശങ്കർ പ്രഭു പറഞ്ഞു നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കരുത്. നോ, നിർത്തി. മഞ്ജരീസി ആരെയും ഞാൻ പറയാൻ അനുസരിക്കാതിരിക്കും. ഇനി ഞാൻ കൊടുക്കില്ല. ഞാൻ നാളും പേരും തുടരും. ഓക്കെ ബിന്ദു മാതാജി. കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അവൻ തിന്നൂല. തന്ന മണി ചേച്ചി എന്നെ മറന്നു. തങ്കമണി ചേച്ചിയെ ഞാൻ മറക്കുവോ? മുംബൈയിൽ നിന്ന് മൈ ലവിങ് സ്വീറ്റ് ഹാർട്ട്, നെവർ എവർ മറക്കില്ല. രാജലക്ഷ്മി മാതാജിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ കളർ. മഞ്ഞ, പിങ്ക്, ലെമൺ ഗ്രീൻ, മെറൂൺ, ബ്ലാക്ക്, ഇത്രയും കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ക്ലാസ് എടുക്കാം. വിജയ് പ്രഭുവിൻ്റെ അമ്മ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ തിരുപ്പതി യാത്രയ്ക്ക് അനുക്കൂട്ടാ, നിന്നെ കാണാതിരിക്കൂടാ. അനു നാളെ ഒന്ന് വിളിക്കണേ. നാളെ വൈകിട്ട് വിളിച്ചാൽ മതി. വൈകിട്ടൊരു 5 മണി 5:30 ആകുമ്പോൾ ഒന്ന് വിളിക്കണേ. പിന്നെ നമ്മുടെ തിരുപ്പതി യാത്ര ഒക്ടോബറിലേക്കുള്ളത് എല്ലാവർക്കും അറിയാലോ. ബുക്കിംഗ് തുടങ്ങി. നാളത്തോടു കൂടി ഞാൻ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ യാത്രകൾ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്റ് യാത്ര ഞാൻ പ്ലാൻ ചെയ്യാറില്ല. ബീച്ചുവേട്ടൻ അറിയാം, ബീച്ചുവേട്ടനൊക്കെ ഭാരതിയമ്മയൊക്കെ നമ്മുടെ കൂടെ വന്നാണ്. ബഡ്ജറ്റ് യാത്ര ഞാൻ പ്ലാൻ ചെയ്യാറില്ല. നമ്മൾ അതാത് സ്ഥലങ്ങളിലെത്തുമ്പം നമ്മൾ അതുമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഉറപ്പായിട്ടും ജയശങ്കർ പ്രഭു ഇനി വിഷയവുമായി ബന്ധമില്ലാത്തവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കില്ല. നമ്മുടെ സൗന്ദര്യാമയൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, അനുപ്രഭു ഇന്നലെ എന്നെ മുണ്ടക്കയത്തേക്ക് വിളിച്ച് വരും കേട്ടോ, ഉറപ്പായിട്ടും വരും. അപ്പോൾ നമ്മൾ റൂം റെൻറ്റ് ഷെയർ ചെയ്യുന്നു, വണ്ടിയുടെ റെൻറ്റ് ഷെയർ ചെയ്യുന്നു. വണ്ടിയൊക്കെ നമുക്ക് 400 റുപ്പീസേ പെർ ഹെഡ് വരുന്നുള്ളൂ. AC ബസ്സായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മൾ 80 കിലോമീറ്ററാണ് കാണിപ്പാക്കത്തേക്ക്, തിരിച്ച് ഇങ്ങോട്ടേക്ക് 160 കിലോമീറ്റർ യാത്ര ചെയ്യാനൊക്കെ അവർ പെർ ഹെഡ് ഒരു ദിവസത്തേക്ക് വാങ്ങുന്നത് 400 AC. റൂമാണെങ്കിൽ നമുക്ക് AC റൂംസ് ഒരു 800, 750, 850 ആ റേഞ്ച്. 850ലേക്കൊന്നും പോയില്ല, 850 എന്നാലും ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. AC റൂംസാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൈസ നമ്മൾ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്രകൾ. പിന്നെ അതാത് ക്ഷേത്രങ്ങളിൽ ദർശൻ ടോക്കൺ വരുമ്പോൾ അവിടെ എത്രയാണ് ദർശൻ ടോക്കൺ വെച്ചാൽ നമ്മൾ പിരിച്ച് അപ്പോൾ തന്നെ ദർശൻ ടോക്കൺ എടുക്കുന്നു. പാലായിലും വരും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്രകൾ. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വരണമെങ്കിൽ എത്രയും പെട്ടെന്ന് നാളത്തോടു കൂടി എനിക്ക് ബുക്കിംഗ് തരിക. നാളെ കഴിഞ്ഞ് ബുക്കിംഗ് തരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത യാത്രയിൽ ഉൾപ്പെടുത്താം. സുപ്രഭാത ദർശനത്തിന് വേണ്ടിയിട്ട് നേരത്തെ ബുക്ക് ചെയ്യാം. എന്തിന്, നമ്മുടെ ജാനുവരി 1 അത് നമുക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ. ഓമനക്കുട്ട, സോറി ഓമനക്കുട്ട, ഞാൻ വരാൻ കുറേ ശ്രമിച്ചു ഓമനക്കുട്ട, എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ യാത്രയിലായി, തിരുപ്പതിയിലായി, പിന്നെ സഞ്ജുട്ടിന് പനിയായി, അതൊക്കെ കൊണ്ട് ഇങ്ങനെ പോയി ഓമനക്കുട്ട. മിസ് യു ലോട്ട് ഓമനക്കുട്ട. വേഗം ഇനി ഓമനക്കുട്ടൻ വരുമ്പോൾ വന്ന് കാണും. ഓക്കെ, വിളിക്കൂ ഗിരിജ മാതാജി, നാളെ സംസാരിക്കാം. പോകുതിർപ്പത്തിൽ എന്താണ്, എല്ലാവരും പോകൂ. കണ്ണൂർ വരുമ്പോൾ വിളിക്കാം സോമൻ പ്രഭു, ഉറപ്പായിട്ടും വിളിക്കാം. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ? മാക്സിമം ലൈവൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും അത്താഴമൊക്കെ കഴിക്കൂ, ധാരാളം വെള്ളം കുടിക്കൂ, ആരോഗ്യം സൂക്ഷിക്കണം. ഓണമൊക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. എനിക്ക് ശരിക്കും നമ്മുടെ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പിലുള്ള നിർധനരായിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഓണത്തിൻ്റെ ഇങ്ങനെ കിറ്റ് അയച്ചു കൊടുക്കണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ അതിനെന്താ ഒരു മാർഗമെന്ന് ആലോചിക്കുകയാണ്. പിന്നെ നമ്മുടെ അമ്പാടിയുടേത് ഓൾമോസ്റ്റ് ഓക്കെ ആയി കേട്ടോ. പേയ്മെൻ്റ് എല്ലാം ഓക്കെ ആയി. ഓക്കെ മീൻസ് നിങ്ങൾ തന്നെടുത്തോളം പേയ്മെൻറ്റ് ഞാൻ എടുത്തു. ഏകദേശം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്പാടിയുടേത് ടോട്ടൽ? ആ പേപ്പർ എന്തേ ഒന്ന് എടുത്തരുമോ? അമ്പാടിയുടെ പേപ്പറിൻ്റെത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ പറയാം കേട്ടോ. അത് പറഞ്ഞില്ലേ മോശമാണ്, കുറേ ദിവസങ്ങളായില്ലേ. പക്ഷേ അമ്പാടിക്ക് വേണ്ടിയിട്ട് 5,000, 10,000, 5,000, 10,000 ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ആ കുട്ടി തീരെ വയ്യാത്ത കുട്ടിയാണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതുകൊണ്ട്. അപ്പോൾ അമ്പാടിയുടേത് ഞാൻ ഇപ്പോൾ വായിക്കാം. ആരൊക്കെയാണ് അമ്പാടിക്ക് ഹെൽപ്പ് ചെയ്തിരിക്കണേന്ന് ഒന്ന് വായിച്ചു പോവാം. ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള അമ്പാടിയുടെ ലൈവ് പിന്നെ വരും കേട്ടോ.
ത്രിവേണി വിജയകുമാർ 500, ഷെറിൻ 500, ജയന്തി ശ്രീനിവാസൻ 500, രേഖ അനിൽകുമാർ 250, മായ പ്രശാന്ത് 250. ഇത്രയും പൈസ നമ്മൾ അന്ന് തന്നെ ലൈവ് ഇട്ട് കൊടുത്തതാണ്. ഉഷ വണ്ടൂർ 500, പിന്നെ അമ്പിളി ആൻഡ് ഫാമിലി ഞാൻ 5000, ധന്യ സുരേഷ് പന്തളം 500, സുമ അശ്വതി രഞ്ജിത്ത് ഉത്രട്ടാതി 1000, രജനി സത്യൻ ആലങ്ങാട്ട് 500, കെ ജി ശ്രീകുമാർ ഏറ്റുമാനൂർ 1000, സിനിലേട്ടൻ 500, ഗീത പാലക്കാട് 1000, അജിത് കുമാർ പെരുമ്പാവൂർ 200, പൂജ ഉത്രാടം 250, സീന രഘു 250, അച്ചു 500, സുധ എറണാകുളം 500, വേദ രുദ്രാക്ഷ 1000, അനിത 300, അഖില UT 1000, പുരുഷോത്തമ ബോസ് 500, മിനി 1000, സരിത ലൈജു 520, TN വിജയൻ ഇളയത് 501, രമാ കൃഷ്ണൻകുട്ടി 1000, സാൽവി കൃഷ്ണ 1000, ഷിംന 500, പവിത്രൻ 500, സരിത 500, ഉഷ ബൈജു 400, ദിലീപ് 500, വൈശാഖ് 200, പിന്നെ പ്രസന്ന രാധാകൃഷ്ണൻ 500, ശ്രീദേവി 300, ജാനകിയമ്മ 500, സൗന്ദര്യ പൊന്നുപിള്ള 500, സിന്ധു കുവൈത്ത് 3000, വിജി സെൽവരാജ് 500, ഷീല മോഹൻ 500, ഇന്ദിരാപ്രകാശ് 1000, അനിൽ കോഴിക്കോട് 500, ദേവരാജ് ഉത്രാടം 1300, രോഹിത് രോഹിണി 500, ശോഭ അതായത് ലാലി ശ്രീനിവാസൻ മാതാജിയുടെ അവരുടെ പേരിൽ 500, അംബിക 500, ആശ 3000, മനോജ് ആൻഡ് ഫാമിലി 1000, കോമതി കണ്ണൻ 500, ശിവപ്രസാദ് 1500, അനിത മോഹൻദാസ് 2000, ഹരിത ജയൻ 2000. പോവാൻ ചന്ദ്രികാമ്മ. പിന്നെ രാധാ സജീവൻ 500, സിന്ധു വക്കം 500, സൗമ്യ ചിറയൻകീഴ് 500, പുഷ്പ കവലയൂർ 100, തങ്കമണി 100, കനിഷ്ക ചിറയൻകീഴ് 250, ബേബി വക്കം 100. അത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ബേബി വക്കം നോട്ട് ചെയ്തോളൂ. ബിജു കൊല്ലം 2500, ഐശ്വര്യ 500, വിനീത 500, വിഘ്നേഷ് കൃഷ്ണ 500, ഷീബ വിനു 200, സാൻവി കൃഷ്ണ 1000, രതീഷ് വെള്ളിമോൻ 1500, സുരേഷ് ബാബു 500, ശ്രീകല 500, പവിത്രൻ 500, ഹണി വക്കം 500, രേഖ കടക്കാവൂർ 500, വിജയകുമാർ വക്കം 500, അശ്വതി വക്കം 200. ഇത്രയായിട്ടുണ്ട്. നമ്മളിനി ഓൾമോസ്റ്റ് അമ്പാടിക്ക് കൊടുക്കേണ്ടത് ഒരു 10,000 രൂപയാണ്. ഞാൻ അതും കൊണ്ട് നേരിട്ട് പോകും. ബാലൻസ് ഇതിലിപ്പം ഒരു 1500 1700 രൂപ കൂട്ടാതെ നമുക്ക് എത്ര വന്നിട്ടുണ്ടെന്നറിയാമോ? 33,600 രൂപ. അതിൽ നമ്മൾ ഇനി കൊടുക്കേണ്ടത് ഒരു 10,000 രൂപയോളം നമ്മൾ കൊടുക്കാനുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്കും അടയ്ക്കാൻ വേണ്ടി അമ്പാടിയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും പേരുടെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ എത്ര രൂപ തന്നു എന്നുള്ളത് ഒന്ന് ഫൈനൽ ഓർഡർ ആയിട്ട് ഇടാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്പാടിയുടെ ചികിത്സ നടക്കുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ളതുകൊണ്ടാണ് ബാങ്ക് ത്രൂ ഞാനിങ്ങനെ 10,000 5,000 വെച്ച് ട്രാൻസ്ഫർ ചെയ്തത്, 15,000 വെച്ചിട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തത്. അത് സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നൊരു സേവനമല്ലേ. ബാക്കി 10,000 ഞാൻ വിചാരിക്കുന്നു നേരെ ഞാൻ അവിടെ എത്തുന്നത് വരെ വേറെ വിഷയങ്ങളൊന്നുമില്ല എങ്കിൽ ആ 10,000 രൂപയും കൊണ്ട് ഞാൻ നേരെ അമ്പാടിയുടെ വീട്ടിൽ പോവും. ലൈവ് ഇട്ടിട്ട് നേരിട്ട് കൊടുക്കും. അപ്പോൾ അമ്പാടിയുടെ വീട്ടിലേക്ക് ഓണമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അമ്പാടിക്കും അമ്പാടിയുടെ ചേട്ടനും അമ്പാടിയുടെ ഇനിയുള്ളൊരു ചേട്ടനൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ഇതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം. അവരുടെ വീട്ടിലേക്ക് വീട്ടു സാധനങ്ങളുമായിട്ടല്ലേ ദിവ്യ ഒന്ന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ആർക്കെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ വളരെ സന്തോഷം. അമർ ലൈവ് കാണണ്ട, മോൻ റെസ്റ്റ് എടുക്കൂ, ചേച്ചി നാളെ വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോവാം. ഇനി ഇങ്ങോട്ടേക്ക് നോ മോർ ടോക്ക് അമറേ. ഓക്കെ, അമർ ഒന്നും പറയരുത്, നിനക്ക് തീരെ വയ്യാന്ന് ദിവ്യ എന്നോട് പറഞ്ഞു. നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേ ഞാൻ ഇവിടുന്ന് വണ്ടി വിടും, അല്ലാതെ ഞാൻ പോകൂല ഇവിടുന്ന്. ഓക്കെ, ഞാൻ നാഷണലിൽ വിളിച്ച് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പാടിയുടെ അവരുടെ ഓണം ഒന്ന് ചെറിയ തോതിലൊരു കളർഫുള്ളാക്കി മാറ്റാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ, ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സുനിലേട്ടൻ്റെ വീൽ ചെയറിൻ്റെ അതും എഴുതി വെച്ചിട്ടുണ്ട്. സുനിലേട്ടൻ്റെ വീൽ ചെയറിനുള്ള ഹെൽപ്പ് തന്നിരിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് വിവരങ്ങളും അതല്ലാതെ അമ്പാടിയുടെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതും തരും, രണ്ടും തരും. അപ്പം സുനിലേട്ടൻ്റെ വീൽ ചെയർ അമ്പാടിയത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ സുനിലേട്ടൻ്റെ വീൽ ചെയർ വാങ്ങിയിട്ട് അതും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതൊന്നുമല്ല, 3 പേപ്പറുണ്ട് സുനിലേട്ടൻ്റെ വീൽ ചെയർ. അപ്പം അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഇത് വൃദ്ധസദനത്തിൽ നമ്മൾ കൊടുത്തില്ലേ കഴിഞ്ഞ ദിവസം, അതിലെനിക്ക് 59 നൈറ്റിയും പിന്നെ ഫുഡുമാണ്. അപ്പം 55 ഫുഡും 59 നൈറ്റിയാണ് കൊടുത്തത്. പിന്നെ കേക്ക് വാങ്ങിച്ചത്. ഇത്രയുമാണ് നമുക്ക് എക്സ്പെൻസ്, ഓട്ടോ എക്സ്പെൻസ് അത്രയല്ലേ ഉള്ളൂ ദിവ്യ. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഇതൊക്കെയാണ്.
അറിയാം വസന്ത മാതാജി, നമ്മൾ വരുന്നുണ്ട്. ഈ ഒരു 3-4 ചാരിറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വയനാട്ടിലേക്ക് വരും. അപ്പോഴേക്കും ഓരോരുത്തർക്ക് അവിടെ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ വേണ്ടത് ചെയ്യും. വീൽ ചെയറിന് വേണ്ടിയിട്ട് മനോജ് പുത്തൻവേലിക്കര 500, രാധാമണി 250, ആശ 500, ബീന 1000, ബിന്ദുജ ഇന്ദുജ 500, ഗീതു കരുനാഗപ്പള്ളി 1200, അരവിന്ദ് 500, സൈന ജയറാം 500, രതീഷ് 500, രവി 1000, അജിത് കുമാർ 500, ദീപാചന്ദ്രൻ 250, കോമളവല്ലി 500, ത്രിവേണി വിജയകുമാർ 500, പ്രത്യുഷ് 500, ആർദ്ര സതീഷ് 1000, ഹരികൃഷ്ണൻ 250, സത്യഭാമ മുംബൈ 250, ശോഭന കുമാരി 50, മിനി പുനലൂർ 250, ബിന്ദു 500, ആദർശ് 250, ലീന 500, ജിഷ്ണു ചോദി 500, പ്രസന്ന രാധാകൃഷ്ണൻ 500, കമല 350, അഖില 250, സുനിത 1000, കുമാരൻ വൈക്കം 500, കുമാരി രാമനാഥൻ 500, തമ്പി ആലപ്പുഴ 500, ശ്രീകല 500, വിനോദ് മേത്ത 500, സൗമ്യ എറണാകുളം 250, പത്മിനി അമ്മ 250, അഖിൽ 250, ശോഭ രേവതി 100, ഇന്ദിരാ ശിവൻ 500, ജയ വിജയൻ 500, ചിത്ര അശ്വതി 500, വസന്ത വേണു 500, അജി ഹരി 250, ദീപു തിരുവനന്തപുരം 500. അങ്ങനെ കുറേ ഞാൻ വായിച്ചുതരാം. പിന്നെ ഇത് കുറേ ഉണ്ട്, ക്ലാസ് മുന്നോട്ട് പോയില്ല. അപർണ, ശ്രീകല, അങ്ങനെ ഒത്തിരി ഉണ്ട്. വീൽ ചെയറിൻ്റെതും ഓൾമോസ്റ്റ് നമുക്കൊരു 75,000-80,000 രൂപയോളം വീൽ ചെയറിന് വേണം. ഞാൻ അതുകൊണ്ടാണ് അതിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എൻ്റെ വകയും ഒരു 5,000 രൂപയുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പേര് നമുക്കിങ്ങനെ ഓരോരുത്തർക്ക് ചെയ്യുന്നത് ചന്ദ്രികാമ. അപ്പം നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതി നോട്ട് ചെയ്ത് അതാത് ആരൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്തു അവരുടെ പേര് സഹിതമായിരിക്കും അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. മാല ഇടണം ഞാൻ ചെന്നൈയിലെത്തിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഹരേ കൃഷ്ണ. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മഞ്ജരീസ് അന്നദാനം കൊടുക്കുകയാണെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പേര്, നിങ്ങൾ തന്ന എമൗണ്ട് വിളിച്ചു പറഞ്ഞ് ലൈവ് ഇട്ടിട്ടേ ചെയ്യൂ, അല്ലാതെ ചെയ്യില്ല. എനിക്കത് ഇഷ്ടമല്ല. കാരണം അവരറിയണം. രാജലക്ഷ്മി അമ്മ സ്ക്രീൻഷോട്ട് ഇട്ടോളൂ. മഞ്ജരീസിൽ എഴുതാൻ ഏതെങ്കിലും മെസ്സേജ് നോക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ എഴുതിക്കോളൂ, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഹനുമാൻ പുരാണമാണ്. ഹനുമാൻ പുരാണത്തിൽ ദൗത്യ നിർവഹണം എന്നാണ് പറയുന്നത്. എന്താണ് ദൗത്യ നിർവഹണം? ആരുടെ ദൗത്യം? എന്ത് ദൗത്യം? നമ്മൾ പഠിച്ചല്ലോ. ദൗത്യ നിർവഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാരത്നം. ഇന്ന് ത്രിവേണിയമ്മയെ കണ്ടില്ലല്ലോ. ചൂടാരത്നം നമ്മുടെ ഹനുമാൻ സ്വാമി എവിടെ കൊടുക്കുന്നു? ശ്രീരാമസ്വാമിയുടെ കൈകളിലേക്ക് എത്തിക്കുന്നതാണ് ഇന്നത്തെ ദൗത്യരത്നം. ഇത് സീതാദേവി കൊടുത്തിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇതേക്കുറിച്ചാണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. സീതാദേവിയെ കണ്ടിട്ട് രാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവാദിവാനര വീരന്മാരുടെയും വീരധീര പരാക്രമങ്ങൾ ലങ്കാധിപനായിരിക്കുന്ന രാവണനെ തൻ്റെ വീരന്മാരെയൊക്കെ വിറപ്പിച്ച് ലങ്കാനഗരം മുഴുവൻ തീയിട്ട് ചുട്ടു ചാമ്പലാക്കിയിട്ട് തൻ്റെ ദൗത്യം, അതായത് ഹനുമാൻ സ്വാമിയുടെ ദൗത്യം ഏറ്റവും ഉത്തമമായിരിക്കുന്ന മാതൃകയിൽ തന്നെ ചെയ്തിട്ട് വിജികീഷുമായിട്ട് കിഷ്കിന്ധ്യയിൽ മടങ്ങിയെത്തിയ ആരാ എത്തിയിരിക്കുന്നത്? വീരപരാക്രമിയായിരിക്കുന്ന ധീര ഹനുമാനെ അഭിനന്ദിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വീകരിച്ചു. ആര് സ്വീകരിച്ചു? സുഗ്രീവൻ സ്വീകരിച്ചു. സർവവാനരന്മാരുടെയും മുൻപിൽ വെച്ചിട്ട് നമ്മുടെ ഹനുമാൻ സ്വാമിയെ ഗളതലത്തിൽ സുഗന്ധ കുസുമഹാരമണിയിച്ച്, അതായത് സുഗന്ധമുള്ള നല്ല മണമുള്ള മാല അണിയിച്ചിട്ട്, പുഷ്പമാലയം അണിയിച്ചിട്ട് നല്ല വീരോചിതമായ രീതിയിൽ തന്നെ സുഗ്രീവൻ സ്വീകരിച്ചു. ഓക്കെ, അങ്ങനെ വിജയവീരനായിരിക്കുന്ന വായുകുമാരനെ ഏറ്റവും മുമ്പിൽ തന്നെ നമ്മുടെ ഹനുമാൻ സ്വാമിയെ നടത്തിക്കൊണ്ട് മധുര ഫലങ്ങളെല്ലാം നിറച്ച ഒരു സുവർണ താലങ്ങളുമായിട്ട് ജാമ്പവാൻ, അങ്കദൻ, നീലൻ, നളൻ ഇത്രയും പേര് വീരന്മാരുമൊത്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഒരു വലിയ വാനര വൃന്ദം, അതായത് വലിയൊരു വാനര കൂട്ടങ്ങൾ തന്നെ ഘോഷയാത്രയായിട്ട് ഇങ്ങനെ ഹനുമാൻ സ്വാമിയെയും സുഗ്രീവനെയും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. രാമനാമ ജപങ്ങളും ആർപ്പ് വിളികളും എല്ലാം അവിടെയുണ്ട്. എന്താ രാമനാമ ജപം? ജയ് സീതാറാം, ജയ് സീതാറാം. പൊതുവെ എല്ലാവരും ജയ് ശ്രീരാം, ജയ് ശ്രീരാം എന്നാണ് ജപിക്കുക. അങ്ങനെയല്ല, ജയ് സീതാറാം എന്ന് ജപിക്കണം. സീതാമാതാവും ഉണ്ടാവണം. ഓക്കെ,
പിന്നെ നമ്മൾ കൂട്ടത്തിൽ എന്താ പറയുന്നത്? ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ, ഹനുമാൻ വിജയിക്കട്ടെ, വായുപുത്രൻ വിജയിക്കട്ടെ എന്നിങ്ങനെയുള്ള ആർപ്പുവിളികളോടുകൂടിയാണ് ഈ വാനരവൃന്ദം പോകുന്നത്. സുഗ്രീവൻ നീണാൾ വാഴട്ടെ, സുഗ്രീവൻ നീണാൾ വാഴട്ടെ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുള്ള ആർത്തുവിളികളോടുകൂടി അന്തരീക്ഷം എന്താ ചെയ്യുന്നത്? നോക്കാം ചന്ദ്രികമ്മ, നോക്കാം. വെറി ചെയ്യണ്ട, എമൗണ്ട് അയച്ചാൽ അത് എവിടെയും പോകില്ല, ഞങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റും, സോറി, ഇടയ്ക്ക് വേറെ കഥയിലേക്ക് പോകുന്നതല്ല. ഓമനക്കുട്ട, ഒരുപാട് താങ്ക്സ്. ഓമനക്കുട്ടൻ എനിക്ക് ചെന്നൈയിലേക്ക് അയച്ച സെറ്റും ഉണ്ട്, കേരള സാരി ഓണ കൈനീട്ടം അല്ലേ, ഓണക്കോടി എനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഞാൻ ഹൃദയത്തോടു കൂടി ചേർത്ത് വെക്കുന്നു. ഒരുപാട് നന്ദി ഓമനക്കുട്ട. ഓക്കെ, മഞ്ജരീസ് എനിക്ക് അയച്ചതായിട്ട് തന്നെ ഞാൻ കരുതുന്നു. മഞ്ജരീസിൽ നിന്ന് ഒരാൾ തന്നാലും അത് എനിക്ക് എൻ്റെ മഞ്ജരീസ് കുടുംബം തന്നത് തന്നെയാണ്. അതിന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ അങ്ങനെ വാനവീരന്മാരെല്ലാവരും കൂടെ ഋഷ്യമുഖാചലത്തിലേക്ക് പോവാണ്. എന്താണ്? നമ്മുടെ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് ചൂടാരത്നവുമായിട്ടാണ് ആര് പോകുന്നത്? ഹനുമാൻ സ്വാമി പോകുന്നത്. അങ്ങനെ അത്യുച്ചത്തിലുള്ള ഭയങ്കരം ശബ്ദത്തിലുള്ള ശബ്ദ കോലാഹലം എല്ലാം കേട്ടുകൊണ്ട് ഉത്കണ്ഠാകുലരായിരിക്കുന്ന രാമലക്ഷ്മണന്മാര് ഗഹുരത്തിന് പുറത്ത് വന്നിട്ട് എന്താണ് കാര്യം എന്ന് ഇങ്ങനെ നോക്കുകയാണ്. രാമലക്ഷ്മണന്മാർ നോക്കുമ്പോൾ ഭയങ്കര ആർപ്പുവിളികൾ കേൾക്കുന്നു. ഇത് എന്താ ഇപ്പം ഇതിവിടെ നടക്കുന്നത്? ആരാ വരുന്നത്? എന്താ ഇത്ര ശബ്ദം എന്ന് കരുതിക്കൊണ്ട് രാമനും ലക്ഷ്മണനും കൂടെ അവിടെ പുറത്ത് വന്ന് നോക്കുകയാണ്, ആരാ ഇവിടെ ഇത്ര ബഹളം വെക്കണേന്ന്. അഗ്രജ, മലർമാല അണിഞ്ഞ് ഏറ്റവും മുൻപിൽ വരുന്നത് വായുപുത്രനായിരിക്കുന്ന ആഞ്ജനേയനാണ്. സംശയമില്ല, ഹനുമാൻ സീതാദേവിയെ ദർശിച്ചു കാണുമെന്നുള്ള കാര്യം ഉറപ്പായി എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണസ്വാമിയാണ് ശ്രീരാമസ്വാമിയോട് ഇത് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഓമനക്കുട്ട. അപ്പോൾ ലക്ഷ്മണസ്വാമി വിനയപൂർവമാണ് നമ്മുടെ ശ്രീരാമസ്വാമിയോട് ഇത് പറയുന്നത്. അങ്ങനെ രാമലക്ഷ്മണന്മാര് അകലെ നിന്നുകൊണ്ട് തന്നെ ദർശിച്ചു. ആരെ? ഹനുമാൻ സ്വാമിയെ കണ്ടു. വേഗം ഓടി വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാദാര വൃന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ആര്? ഹനുമാൻ സ്വാമി. കാരണം ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ സന്തോഷവും വേദനയും എല്ലാം നിറഞ്ഞതാണ്. കാരണം ശ്രീരാമസ്വാമിയും സീതാദേവിയും എന്ന് പറയുന്നത് ഒരു മനസ്സും ഒരു ശരീരവും ഒരു ആത്മാവുമായി ജീവിക്കുന്ന പതിവ്രതാ രത്നങ്ങളാണ്. അതിൽ ഭാര്യയെ കാണാതെ ആ ഭാര്യയാണെങ്കിലും നെഞ്ചു പൊടയുന്ന വേദനയോടുകൂടി അശോകവനിയിൽ ഭക്ഷണമില്ല, ഊണില്ല, ഉറക്കമില്ലാതെ പാവം കിടക്കുകയാണ്. ആരും രക്ഷിക്കാൻ എത്തുമോ എന്നുള്ള പ്രതീക്ഷയില്ലാതെ ജീവത്യാഗം ചെയ്യേണ്ടി വരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഹനുമാൻ സ്വാമി, ആഞ്ജനേയ പുത്രൻ, വായുപുത്രൻ എവിടെ എത്തുന്നത്? സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് എത്തുന്നത്, സീതാമാതാവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ആ സീതാമാതാവിനെ കണ്ട ആ ഒരു നിർവൃതിയിൽ ആരോടിയെത്തുന്നു? ഹനുമാൻ സ്വാമി ലക്ഷ്മണസ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും മുൻപിലേക്ക് സുഗ്രീവനോടുകൂടി ഓടിയെത്തുകയാണ്. അനേകായിരം വാനര വൃന്ദങ്ങളോടുകൂടി എത്തുകയാണ്. ഇതൊരു വലിയൊരു വിജയത്തിൻ്റെ സൂചനയാണ്. അങ്ങനെ ഇരിക്കെ ഓടി വന്നിട്ട് ഹനുമാൻ സ്വാമി എന്താ ചെയ്യുന്നത്? ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടു, അടിയൻ കണ്ടു, ഈ എളിയവൻ സീതാമാതാവിനെ ദർശിച്ചു, ആ മഹാഭാഗ്യം ഈ ഉള്ളവന് സിദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി കരയുകയാണ്. ശ്രീരാമചന്ദ്ര തൃച്ചേവടികൾ കണ്ണുനീർ കൊണ്ടാണ് ഹനുമാൻ സ്വാമി എന്ത് ചെയ്യുന്നത്? അഭിഷേകം ചെയ്യുന്നത്. സഹിക്കാനാവാത്ത വേദനയോടുകൂടി ഹനുമാൻ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഹനുമാൻ സ്വാമിയുടെ കണ്ണുനീര് ശ്രീരാമസ്വാമിയുടെ പാദങ്ങൾ കഴുകുകയാണ്. ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഹനുമാൻ സ്വാമി കരഞ്ഞ് 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 ശ്രീരാമപാദങ്ങൾ ഇങ്ങനെ കണ്ണുനീർ കൊണ്ടാണ് കഴുകുന്നത്. അങ്ങനെ തൻ്റെ കാലടികളിൽ വീണു കിടന്ന് തനിക്ക് ഏറ്റവും ശ്രുതിമധുരമായിരിക്കുന്ന ശ്രീരാമസ്വാമി കേൾക്കാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയൊരു വാക്കെന്ന് പറഞ്ഞാൽ, ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ, തൻ്റെ ജീവന്റെ പകുതിയായിരിക്കുന്ന പതിവ്രത രക്തമായിരിക്കുന്ന സീതാമാതാവിനെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന നമ്മുടെ സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ച് ശ്രീരാമസ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തനായിരിക്കുന്ന ദൂതനായിരിക്കുന്ന ഹനുമാൻ സ്വാമി ലങ്കാധിപതിയായിരിക്കുന്ന രാവണന്റെ അശോകവനിയിൽ ചെന്ന് രാക്ഷസിമാരുടെ ഇടയിലിരിക്കുന്ന സീതാമാതാവിനെ ദർശിച്ചു എന്നുള്ള ആ ഒരു വാർത്ത കേട്ട് ശ്രീരാമസ്വാമിയുടെ ഹൃദയം അങ്ങ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മുടെ ക്ലാസ് കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കെ വാർത്ത അറിഞ്ഞപ്പം ശ്രീരാമസ്വാമിക്ക് മനസമാധാനം നൽകിയ അഞ്ജനാത്മജനെ വാരിയെടുത്തുകൊണ്ട് ശ്രീരാമസ്വാമി എന്താ ചെയ്യുന്നത്? തൻ്റെ മാറോടണച്ച് ഗാഠഗാഠം പുണർന്നുകൊണ്ട് ആത്മനിർവൃതി പൂണ്ടിട്ട് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്, പ്രിയമുള്ള പ്രപഞ്ചനാപുത്ര, പരിപാവനമായിരിക്കുന്ന നിന്റെ വിശിഷ്ട ഭക്തി നമ്മെ കോരിത്തരിപ്പിക്കുന്നു. ഉത്തമ ഭക്തിയുടെ മൂർത്തിഭാവമായി നമ്മുടെ മുൻപിൽ വിളങ്ങി നിൽക്കുന്ന നിന്നെ ദർശിച്ച് പുളകിതമാകുന്ന നമ്മുടെ നെഞ്ചകത്തിൽ നിന്നെ അനുഗ്രഹിക്കണോ പ്രശംസിക്കണോ അതിനുള്ള വാക്കുകൾ സിദ്ധിക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? പ്രപഞ്ചനാപുത്ര, അഞ്ജനാപുത്രന്റെ കൂടെ പ്രപഞ്ചനാപുത്ര എന്നൊരു വാക്കുകൂടെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പ്രഭ ചൊരിയുന്ന അഞ്ജനാപുത്ര, പരിപാവനമായിരിക്കുന്ന നിന്റെ വിശിഷ്ട ഭക്തി, അത്രയും നിറഞ്ഞ ഒരു ഭക്തിയാണ് ആഞ്ജനേയ സ്വാമിക്ക് ശ്രീരാമസ്വാമിയോടുള്ളത്. അപ്പം പരിപാവനമായിരിക്കുന്ന നിന്റെ വിശിഷ്ട ഭക്തി നമ്മെ കോരിത്തരിപ്പിക്കുന്നു എന്നാണ് ശ്രീരാമസ്വാമി പറയുന്നത്. ഉത്തമ ഭക്തിയുടെ മൂർത്തിമത് ഭാവമായി എൻ്റെ മുന്നിൽ വിളങ്ങുന്ന നിന്നെ, ഉത്തമ ഭക്തിയാണ് ഹനുമാൻ സ്വാമിക്ക് അല്ലേ? ശ്രീരാമചന്ദ്ര പ്രഭു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് ഹനുമാൻ സ്വാമിക്കില്ല. അത്രയും നല്ല ഉത്തമ ഭക്തിയായിട്ട് വിളങ്ങി നിൽക്കുന്ന നിന്നെ കണ്ടിട്ട് പുളകിതമാകുന്ന എൻ്റെ നെഞ്ചകത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കണോ പ്രശംസിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വാക്കുകൾ പറയുന്നോ, ഇതൊന്നും എനിക്ക് അറിയാത്തൊരു നിമിഷമാണിപ്പോ. മാരുതാപുത്ര, മാരുതാപുത്ര എന്ന് പറഞ്ഞാൽ വായുപുത്ര, ത്രിലോകങ്ങളിലും നിന്നോളം 3 ലോകങ്ങളിലും നിന്നെ പോലെ ഈ രാമന് ഉപകാരം ചെയ്തിട്ടുള്ള മറ്റൊരു ഭക്തനില്ല എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കണം. ത്രിലോകങ്ങളിലും നിന്നെ പോലെ ഉത്തമനായിരിക്കുന്ന ഒരു ഭക്തൻ രാമന് വേറെയില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മുടെ നാമം ഈ പാരിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്റെ നാമവും നിലനിൽക്കും. അതായത് ശ്രീരാമദേവന്റെ നാമം എത്ര കാലം ഈ ലോകത്ത് നിലനിൽക്കുന്നുവോ അത്രയും കാലം നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ പേരും ഈ ലോകത്തിലുണ്ടാകും. സീതാരാമന്മാരെ കുറിച്ച് ഓർക്കുന്നവർ ഹനുമാനെയും സ്മരിക്കുന്നതാണ്. സീതാരാമന്മാരെ കുറിച്ച് ഓർക്കുന്നത് ആരാണോ അവരുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നത് ഹനുമാൻ സ്വാമി ആയിരിക്കും. ഇതിനേക്കാൾ വലിയൊരു എന്താ പറയുക സന്തോഷം അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു വാക്ക് ഒരു യജമാനനിൽ നിന്ന് ആർക്കും കിട്ടാനില്ല. പ്രത്യേകിച്ച് നമ്മുടെ അഖില കോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ നാവിൽ നിന്നും കിട്ടുന്ന ആ ഒരു വലിയ പവിത്രമായിരിക്കുന്ന ആ ഒരു വാക്കെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ശ്രേയസ്കരമായിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. തൻ്റെ ലങ്കായാത്രാ വിവരങ്ങളെല്ലാം ഒരുപാട് കടമ്പ കടന്നിട്ടാണല്ലോ നമ്മുടെ ഹനുമാൻ സ്വാമി അവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ആ യാത്രാ വിവരങ്ങളും സമുദ്രത്തെ താൻ തരണം ചെയ്ത ആ ഒരു അവസ്ഥയും സീതാദേവിയെ കണ്ട ആ ഒരു ദർശിച്ച ആ ഒരു മുഹൂർത്തവും ഉദ്യാത്മരഞ്ജനവും, അതായത് ആ ഒരു അശോകവനിയിൽ ഉണ്ടായിരിക്കുന്ന കാര്യം, അശോകവനിയെ ഒഴികെ വിഭീഷണന്റെ കൊട്ടാരം ഒഴികെ നമ്മുടെ രാവണന്റെ ആ ഒരു ലങ്ക മുഴുവൻ ചുട്ടരിച്ച കാര്യങ്ങളും രാവണാദി സദസ്സിലെ വാദപ്രതിവാദങ്ങളും, രാവണന്റെ സദസ്സിൽ നടന്ന വാദപ്രതിവാദങ്ങളും ലങ്കാദഹന കാര്യവും, വീണ്ടും താൻ ജാനകി ദേവിയെ ദർശിച്ചിട്ട് ലങ്കയെല്ലാം ദഹിപ്പിച്ചതിന് ശേഷം ജാനകി ദേവിയെ കണ്ടിട്ട് യാത്ര പറഞ്ഞ ആ ഒരു സന്ദർഭവും എല്ലാം വിസ്തരിച്ച് നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ മുൻപിൽ ഹനുമാൻ സ്വാമി ഉണർത്തിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അടയാളമായി സീതാദേവി നൽകിയ ആ ചൂടാരത്നം ശ്രീരാമദേവ ചന്ദ്രപ്രഭുവിന്റെ തൃക്കരങ്ങളിൽ ഭവ്യതയോടുകൂടി ആഞ്ജനേയ സ്വാമി സമർപ്പിച്ചു.
ചൂടാരത്നം കയ്യിൽ കിട്ടിയ ശ്രീരാമസ്വാമി അത്യഘാത ചിന്തയോടുകൂടി ഏറ്റവും ഒരുപാട് ഹൃദയത്തിൻ്റെ, നമ്മൾ പറയില്ലേ ഫ്രം ദ ബോട്ടം ഓഫ് ഹേർട്ട് എന്നൊക്കെ പറയില്ലേ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്ക്രീൻ ഓഫ് ചെയ്യും, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഏറെ നേരം തൻ്റെ ഉള്ളം കയ്യിൽ ആ ചൂടാരത്നം വെച്ചുകൊണ്ട് ശ്രീരാമസ്വാമി നോക്കി നിന്നു. കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ദുഃഖപുത്രിയായിക്കൊണ്ട് അശോകവനിൽ ശിംഷഭാ വൃക്ഷച്ചുവട്ടിൽ, ശിംഷഭാ വൃക്ഷത്തിൻ്റെ ചുവട്ടില് ഇരിക്കുന്ന സീതാദേവിയുടെ ദയനീയമായിരിക്കുന്ന ആ ഒരു വേദന നിറഞ്ഞ രൂപം ചൂടാരത്നത്തിൽ ശ്രീരാമസ്വാമി കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ നീലലോചനങ്ങൾ അശ്രുപൂർണങ്ങളായിരിക്കുന്നു. മുഖം നിറച്ചും കണ്ണുനീരിങ്ങനെ ഒഴുകാണ്. പൂർവകാല സ്മരണകളിൽ, അതായത് കഴിഞ്ഞ കാലത്തെ ഓർമ്മകളിൽ ഹൃദയം തേങ്ങിക്കൊണ്ട് ശ്രീരാമസ്വാമി ആ ചൂടാരത്നം എടുത്തിട്ട് ലക്ഷ്മണസ്വാമിക്ക് തിരിച്ചു കൊടുത്തു. ചൂടാരത്നം വാങ്ങിയിട്ട് തൻ്റെ കണ്ണുകളിൽ വെച്ചുകൊണ്ട് ഏകാന്തവാസത്തെക്കുറിച്ചോർത്ത്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആ സമയത്തെക്കുറിച്ചോർത്ത് ദുഃഖിച്ച ലക്ഷ്മണൻ സ്വാമി എന്ത് ചെയ്തു? ആ ചൂടാരത്നം സുഗ്രീവന്റെ കൈകളിലേക്ക് കൊടുത്തു. ചൂടാരത്നം തൻ്റെ ശിരസിൽ അർപ്പിച്ചിട്ട് ആത്മനിർവൃതിയോടുകൂടി ലോകമാതാവായിരിക്കുന്ന സീതാദേവിയെ ഓർത്തുകൊണ്ട് രോമാഞ്ച കഞ്ചുകിതനായിരിക്കുന്ന അർക്കജാത്മജൻ ആരാണ്? ലക്ഷ്മണസ്വാമി ഭവ്യതയോടുകൂടി തന്നെ ശ്രീരാമസ്വാമിയുടെ തൃക്കരങ്ങളിലേക്ക് ആ ചൂടാരത്നം തിരിച്ചു കൊടുത്തു. എത്ര മനോഹരമായ നിമിഷമാണ് അല്ലേ? രാമായണത്തിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ഒരു നിമിഷം തന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സീതാമാതാവിനെ കാണാതാകുന്നു, ലക്ഷ്മണസ്വാമിയും ശ്രീരാമസ്വാമിയും വളരെയധികം വേദനിക്കുന്നു, അവിടെ ബാലി കടന്നു വരുന്നു, സുഗ്രീവൻ കടന്നു വരുന്നു, അവസാനം നമ്മുടെ എന്താ പറയുക ഹനുമാൻ സ്വാമി അനേകായിരം എന്താ പറയുക വാനര വീരന്മാർ, വിഭീഷണൻ, ലങ്കാ നഗരം, അങ്ങനെ 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 വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് രാമായണത്തിൻ്റെ ഏറ്റവും മഹത്തരമായിരിക്കുന്ന ഒരു ഏട് കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു ഹനുമത് ചരിതത്തിലല്ലാതെ ഇത് ഇത്രയും വിശദമായി രാമായണത്തിൽ പോലും നമുക്ക് വിശദീകരിച്ച് കിട്ടി കാണില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ലക്ഷ്മണനെയും സുഗ്രീവനെയും സീതാദേവിയുടെ ക്ഷേമാന്വേഷണങ്ങൾ ആഞ്ജനേയ സ്വാമി അറിയിക്കുകയാണ്. ലക്ഷ്മണസ്വാമിയോടും സുഗ്രീവനോടും പറയാണ്, സീതാദേവി അന്വേഷണം അറിയിക്കാൻ പറഞ്ഞു. ശരിക്കും എൻ്റെ കണ്ണ് പോലും നിറഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥ. അവരങ്ങനെ നടക്കുന്നതാണ്, ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും സീതാമാതാവും. അപ്പം അതിൻ്റെ ഇടയിലാണ് അതിലൊരാൾ മിസ്സാവുന്നത്. അപ്പം അത്രയും ദുഃഖിച്ചിരിക്കുന്ന ആ ലോകമാതാവിൻ്റെ സ്നേഹാന്വേഷണം നമ്മുടെ സുഗ്രീവൻ്റെയും ലക്ഷ്മണസ്വാമിയുടെയും കാതിലെത്തുമ്പോൾ അവരുടെ ആ ഒരു വേദനയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹൃദയം കൊണ്ട് നമ്മൾ ഹനുമത് ചരിതത്തിലൂടെയും രാമായണത്തിലൂടെയും കടന്നു പോകണം. അങ്ങനെ ആഞ്ജനേയ സ്വാമിയും അതും അറിയിച്ചു. അഗ്രജന് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ത്യാഗസമ്പന്നനായി ജീവിക്കുന്ന മറ്റൊരു അനുജനും ഈ പറയുന്ന ലക്ഷ്മണസ്വാമിയെ പോലെ ചേട്ടന് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുജനെ ഈ ലോകത്തിൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീതാമാതാവ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഹനുമാൻ സ്വാമി ലക്ഷ്മണസ്വാമിയെ അറിയിച്ചപ്പോൾ സൗമിത്രിയുടെ ഹൃദയം നൊന്തുകൊണ്ടായിരുന്നു അത് പറഞ്ഞതെന്ന് ഹനുമാൻ സ്വാമി പറയാണ്. ആ ഒരു ആത്മവേദന അതത്രത്തോളം ഉണ്ടായിരുന്നു. എൻ്റെ പതിയായിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ കൂടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ലക്ഷ്മണൻ നിൽക്കുന്നത് പോലെ ഒരനുജനും നിൽക്കില്ല, അത് ഞാൻ അറിയുന്നു എന്ന് സീതാമാതാവ് അറിയിക്കുകയാണ്. ആരെ? ആഞ്ജനേയ സ്വാമിയിലൂടെ ലക്ഷ്മണസ്വാമിയെ. 14 കാലം തികയുന്നതിന് മുൻപ് സീതാമാതാവ് പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. 14 ആണ്ട് തികയുന്നതിന് മുൻപ്, അന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് നിൻ തിരുവടി, അതായത് ബഹുമാനത്തോടെയുള്ള ഒരു വേർഡാണത്, ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും അയോധ്യയിൽ എത്തിയിട്ടില്ല എങ്കിൽ ഭരതകുമാരൻ അഗ്നിപ്രവേശം ചെയ്യും. ഭരതൻ എന്ന് പറയുന്ന ഭരതൻ എന്ന് പറയുന്ന സഹോദരൻ 14 വർഷം തികയുന്നതിന് മുൻപ് ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും അയോധ്യയിൽ എത്തിയിട്ടില്ല എങ്കിൽ ഭരതൻ എന്തു ചെയ്യുന്ന പറഞ്ഞത്? അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്ന് ഭരതൻ എന്ത് ചെയ്തിട്ടുണ്ട്? സത്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സീതാദേവി പറയാണ് ഹനുമാൻ സ്വാമിയോട്, ഈ കാര്യം എൻ്റെ പതിയെയും എൻ്റെ പ്രിയപ്പെട്ട അനുജനായിരിക്കുന്ന ലക്ഷ്മണനെയും ഓർമ്മപ്പെടുത്തുക. ആഞ്ജനേയ സ്വാമി ഈ കാര്യവും അവരെ ഓർമ്മപ്പെടുത്തി. ആഹാരവും ഉറക്കവും ഒക്കെ വിട്ടിട്ട് ഒഴിവാക്കിയിട്ട് 24 മണിക്കൂറും സദാസമയവും പ്രാണപ്രിയമായിരിക്കുന്ന ആ ഒരു പ്രാണപ്രിയതമനായിരിക്കുന്ന ശ്രീരാമസ്വാമിയെ ധ്യാനിച്ചുകൊണ്ട്
ആലംബഹീനനായി, അതായത് യാതൊരു സഹായവും ലഭിക്കാനില്ലാതെ ശിംശഭാ വൃക്ഷത്തിന്റെ തണലിൽ അശോകവനിയിൽ ഇരിക്കുന്ന ആ സീതാദേവിയെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നൊന്ത് താൻ പൊട്ടിക്കരഞ്ഞു പോയെന്ന് വളരെ ഗദ്ഗതത്തോടു കൂടിയാണ് ശ്രീരാമസ്വാമി ആരറിയിക്കുന്നത്? ഹനുമാൻ സ്വാമി അറിയിക്കുന്നത്. സീതാദേവി തന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള അടയാള വചനങ്ങൾ പലരുടെയും മുൻപിൽ വെച്ച് രാമദേവനെ അറിയിക്കുന്നത് ഉചിതമല്ലെന്ന് തീരുമാനിച്ച് ഹനുമാൻ സ്വാമി ഈ സന്ദർഭവും നോക്കി നിൽക്കുകയായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ശ്രീരാമസ്വാമിക്കും അത് വേദനയാക്കും എന്നറിഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമിയോട് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം സീതാമാതാവ് ആരെ അറിയിച്ചു? ശ്രീരാമചന്ദ്രപ്രഭുവിനെ അറിയിച്ചു. ജാനകി ദേവിയെ അന്വേഷിച്ച് ചെന്ന ഓരോ വാനര വീരന്മാർക്കും സുഗ്രീവൻ പ്രത്യേകം പാരിതോഷികങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, നാനാ ദിക്കിലേക്കും സുഗ്രീവൻ വാനര വീരന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു. അതില് എല്ലാവരും തിരിച്ചു വന്നു. ഹനുമാൻ സ്വാമി മാത്രമാണ് അവിടെ ചെന്നിട്ട് ആരെ കണ്ടെത്തിയത്? സീതാമാതാവിനെ കണ്ടെത്തിയത്. പക്ഷേ കണ്ടെത്തിയ ആൾക്ക് മാത്രമല്ല, എല്ലാവർക്കും സുഗ്രീവൻ എന്തു ചെയ്തു? പാരിതോഷികങ്ങൾ, സമ്മാനങ്ങൾ കൊടുത്തു. സീതാദേവി എവിടെയാണുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ നല്ല മനസ്സമാധാനം ആർക്കുണ്ടായി? സുഗ്രീവനുണ്ടായി. ഇനി അടുത്ത പരിപാടികൾ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? സീതാമാതാവിനെ കണ്ടെത്തിയല്ലേ, ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അറിയിക്കേണ്ടത്. ആരെ? രാമനെ അറിയിക്കണം. ഇനി എന്താണ് നമ്മൾ അടുത്തത് സീതാമാതാവിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് നാളെ രാവിലെ പ്രഭാതത്തിൽ അറിയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് സ്വന്തം സ്ഥലത്തേക്ക് എല്ലാവരും മടങ്ങിപ്പോയി. ആ രാത്രി കഴിച്ചു കൂട്ടാൻ വേണ്ടി എന്താ ചെയ്തത്? വാനരന്മാർ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ശ്രീരാമസ്വാമി ഏകാന്തതയിൽ, അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആര് ചെല്ലുന്നു? ഹനുമാൻ സ്വാമി ചെല്ലുകയാണ്. ശ്രീരാമസ്വാമി എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഹനുമാൻ സ്വാമി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചിട്ട് ഭവ്യതയോടുകൂടി വന്ദിച്ചു നിന്നു. ഹനുമാൻ സ്വാമി ഇങ്ങനെ നിൽക്കുന്ന പടം നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, ഫോട്ടോസ് അല്ലേ? അത്രയും ഭവ്യതയാണ് ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ. അദ്ദേഹം അങ്ങനെ നിന്നപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, ആഞ്ജനേയ എന്താണ് വിശേഷം എന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, പ്രഭു, അവിടുത്തെ തിരുവുള്ളമുണർത്തുന്നതിനായി 2 അടയാള വാക്യങ്ങൾ സീതാദേവി എന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പം രാമൻ പറയാണ്, എങ്കിൽ അറിയിക്കൂ ആഞ്ജനേയ, അത് കേൾക്കാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. കാരണം അവരുടെ ആ ഒരു വിരഹം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ചു, ഏറ്റവും നല്ല പ്രണയം ഹൃദയത്തിൽ സൂക്ഷിച്ചവർക്കേ ആ വിരഹം മനസ്സിലാവും. ശ്രീരാമചന്ദ്രപ്രഭു പറയാണ്, എന്താണ് ആഞ്ജനേയ സീതാമാതാവ് നിന്നെ ധരിപ്പിച്ചിരിക്കുന്നത്? അതെന്നോട് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, പ്രഭു, ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം മന്ദാകിനി നദിയുടെ തീരത്ത് വെച്ച് ദേവിയുടെ പല്ലവ പാദങ്ങളിൽ കല്ലും മുള്ളും തറച്ച് രക്തമൊലിച്ചത് അങ്ങ് ഓർക്കുന്നുണ്ടോ? വേദന സഹിക്കാൻ പറ്റാതെ കണ്ണുനീരോടുകൂടി നിന്ന ദേവിയോട് കാന്താരം കഠിനമാണെന്നും, അതായത് വനം കഠിനമാണെന്നും അങ്ങ് അറിയിച്ചു അല്ലേ? ഭരതകുമാരൻ അങ്ങയെ ദർശിക്കാൻ വേണ്ടി വന്ന സമയത്ത് കാലിൽ മുറിവ് പറ്റിയ സംഭവം ദേവിയെ ഓർമ്മപ്പെടുത്തിയ ഭരതനോട് എന്താ അങ്ങ് പറഞ്ഞത്? സീതാമാതാവിനെയും കൂട്ടി അയോധ്യയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഇത് ഭരതനും ശ്രീരാമസ്വാമിക്കും സീതാമാതാവിനും മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് ആർക്കറിയാൻ പറ്റി? ഹനുമാൻ സ്വാമിക്ക് അറിയാൻ പറ്റി. ഇത്രയും പറഞ്ഞിട്ട് ആഞ്ജനേയ സ്വാമി പറഞ്ഞു, മറ്റൊരു സംഭവം കൂടി സീതാദേവി അടിയനെ ധരിപ്പിച്ചിട്ടുണ്ട്. ചിത്രകൂടത്ത് വസിക്കുന്ന കാലത്ത് ദേവേന്ദ്രന്റെ മകനായിരിക്കുന്ന ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്നിട്ട് ദേവിയെ ഉപദ്രവിക്കാൻ ഒരുമ്പെട്ടിട്ടുണ്ട് അല്ലേ? ദേഷ്യം വന്ന അങ്ങ് എന്താ ചെയ്തത്? ജയന്തനെ ലക്ഷ്യമാക്കി ഒരു അസ്ത്രം അങ്ങ് പ്രയോഗിച്ചു. പേടിച്ച് ത്രിലോകങ്ങളിലും ഓടി നടന്നു. രക്ഷയ്ക്കായിട്ട് ജയന്തൻ ഓടി നടന്നു. എവിടെയും അഭയം കിട്ടാതെ വന്നപ്പോൾ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ തന്നെ രക്ഷിക്കണേന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജയന്തൻ വന്ന് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വീണു. കരുണാസാഗരമായിരിക്കുന്ന അങ്ങ് ജയന്തനിൽ വിഷമം തോന്നി, ദയ തോന്നി
അവൻ്റെ കുറ്റങ്ങളെല്ലാം പുറത്ത് അവന് മാപ്പ് നൽകി അവൻ്റെ ജീവൻ രക്ഷിച്ചു. ദേവാദിദേവ, അവിടുത്തെ ഈ തൃക്കരം കൊണ്ട് ദേവിയുടെ കാർ വേണിയിൽ ചൂടിച്ച് അഴകുപെടുത്തിയ ഈ ചൂടാരത്നം കുറച്ചു നേരമെങ്കിലും അടിയൻ്റെ കൈകളിൽ വന്നപ്പോൾ അടിയൻ അതിൽ ആശ്വാസം കണ്ടെത്തി. അതുകൊണ്ട് ആരോരും സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്ക് ലങ്കാപുരിയിൽ ദുഃഖിതയായി കഴിയുന്ന സീതാദേവിയെ എത്രയും വേഗത്തിൽ മോചിപ്പിക്കുവാൻ അവിടുന്ന് അനുവാദം നൽകണം. എന്നെന്നും മറയാതെ തൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഈ സംഭവങ്ങൾ സീതാവചനങ്ങളായി തന്നെ ഉണർത്തിച്ച ഹനുമാനെ ശ്രീരാമസ്വാമി അങ്ങ് ആലിംഗനം ചെയ്തു. ഹനുമാനെ, നിനക്ക് പാരിതോഷികമായി നൽകുന്നതിന് നിന്നേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല. ശ്രീരാമസ്വാമി പറയാണ്, ഈ ലോകത്തില് നിനക്ക് എന്തെങ്കിലുമൊക്കെ പാരിതോഷികമായി സമ്മാനമായി തരണമെന്ന് കരുതിയ നിന്നേക്കാൾ വലിയ സമ്മാനമില്ല ഹനുമാനെ. നിനക്ക് തുല്യനായി നീ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അഹംഭാവം പോലും ഈശ്വര കൃപയാൽ അകന്നുപോയ ആ സമയം ഹനുമാൻ സ്വാമി ആ കാര്യങ്ങളും ശ്രീരാമസ്വാമി അറിയിച്ചു. അത് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? ഹനുമാൻ സ്വാമി ലങ്കയിൽ നിന്ന് വന്നപ്പോൾ ചൂടാരത്നം അടയാളമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചൂടാരത്നം ശ്രീരാമസ്വാമിക്ക് കൊടുക്കാൻ വേണ്ടി സീതാമാതാവ് കൊടുത്തയച്ചതാണ്. അത് എന്ത് ചെയ്തു? ലങ്കയിൽ നിന്ന് വന്നപ്പോൾ ഒരു മുനിയുടെ കമണ്ടലുവിൽ സൂക്ഷിക്കാൻ വെച്ചു ഹനുമാൻ സ്വാമി. എന്നിട്ട് ഹനുമാൻ സ്വാമി കുളിക്കാൻ പോയി. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഉള്ളിൽ ഒരു ധാരണയുണ്ടായിരുന്നു. എന്താണ്? എനിക്ക് മാത്രമേ ലങ്കയിൽ പോയിട്ട് അശോകവനിയിൽ ചെന്നിട്ട് ആരെ കാണാൻ പറ്റൂ? സീതാമാതാവിനെ കാണാൻ പറ്റൂ എന്നുള്ളത്. അതിശക്തനായൊരു വാനരനാണ് ഞാനെന്നൊരു ചെറിയ സ്പാർക്ക്, ഒരു ചിന്ത ഹനുമാൻ സ്വാമിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി തിരിച്ചു വന്ന ആ കമണ്ടലുവിൽ നിന്ന് ആ ചൂടാരത്നം എടുക്കാൻ നോക്കിയപ്പം അതിലൊന്നാണ് ഇട്ടത്, പക്ഷെ 5 എണ്ണം പുറത്തു വന്നു, ഒരേപോലത്തത്. അപ്പോൾ ആ സ്വാമിയോട് പറഞ്ഞു, അയ്യോ മുനി, ഇത് മഹർഷി, ഇതെന്താ ഇത്? ഈ ചൂടാരത്നം 5 എണ്ണം ഉണ്ട്, ഞാൻ ഒന്നേ നിക്ഷേപിച്ചിട്ടുള്ളൂ. ഇതിലേതാണ് ഒറിജിനൽ? ഞാൻ ഏതാണ് ശ്രീരാമസ്വാമിക്ക് കൊടുക്കാമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നീ ഇതിലിട്ട ചൂടാരത്നം ഞാൻ കണ്ടിട്ടില്ല ഹനുമാനെ. പിന്നെ ഞാൻ എങ്ങനെ നിനക്ക് ഏതാണ് ഒറിജിനൽ എന്ന് പറയാൻ പറ്റൂ? നിന്നെ പോലെ 4-5 വാനരന്മാര് ലങ്കയിൽ പോയി സീതാമാതാവിനെ കണ്ടുവരുമ്പോൾ കൊണ്ടുവന്ന ചൂടാരത്നമാണിത്. അപ്പം നിന്നെ കൊണ്ട് മാത്രമല്ല പലരെ കൊണ്ടും ഇത് ചെയ്യാൻ സാധിക്കുമെന്ന ആ ഒരു വാക്യത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഹൃദയം ചിന്തിച്ചു. എന്ത് ചിന്തിച്ചു? എന്നെ കൊണ്ട് മാത്രമല്ല പലരെ കൊണ്ടും നടക്കുമെന്ന്. ആ ഒരു അഹങ്കാര ഭാവം ഹനുമാൻ സ്വാമിയുടെ ഹൃദയത്തിൽ കടന്നുകൂടി ആ നിമിഷം ശ്രീരാമദേവന്റെ തൃപാദങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി മാപ്പ് പറഞ്ഞുകൊണ്ട് കൈകളിലുണ്ടായിരുന്ന 5 ചൂടാരത്നത്തിലേക്ക് നോക്കിയപ്പോൾ അതിൽ ഒരൊറ്റൊന്നേ ഉള്ളൂ, യഥാർത്ഥ ചൂടാരത്നം. അപ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ ഹൃദയത്തിൽ എന്നെ കൊണ്ടേ ഇതൊക്കെ സാധിക്കൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, ഒരു കാര്യത്തിലും ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ? ഈ കാര്യവും ശ്രീരാമസ്വാമി ആരറിയിക്കുന്നു? ഹനുമാൻ സ്വാമി അറിയിക്കുകയാണ്. അങ്ങനെ വാനര വീരന്മാരെല്ലാവരും കൂടി ചേർന്ന് സുഗ്രീവനുമായി കൂടി ആലോചിച്ച് രാവണനുമായി യുദ്ധം ചെയ്ത് എങ്ങനെ സീതാമാതാവിനെ എളുപ്പം കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. ശുദ്ധയാത്രയ്ക്കായിട്ടുള്ള, അതായത് ഒരു നല്ല യാത്രയ്ക്കായിട്ടുള്ള ആ ഒരു ദിവസം നിശ്ചയിച്ച് സുഗ്രീവാദി വാനര വീരന്മാരെല്ലാവരും കൂടി ലങ്കാനഗരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ശ്രീരാമ ലക്ഷ്മണന്മാരെയും മറ്റുള്ളവരെ എല്ലാവരെയും ആകാംക്ഷയോടുകൂടി കാത്തു നിന്നിരുന്ന അഞ്ജനാദേവിയും മഹർഷിമാരും ഭക്ത്യാദര പുരസ്സരം അവരെ അങ്ങ് സ്വീകരിച്ചു. എല്ലാവരും അവരെ അങ്ങ് സ്വീകരിച്ചു. ശ്രീരാമചന്ദ്രദേവ, അങ്ങയുടെ ദർശന ഭാഗ്യം. എവിടെയാണ് അവരെത്തിയിരിക്കുന്നത്? ലങ്കാനഗരത്തിലേക്ക് യാത്ര ചെയ്തു അവര്, അല്ലേ? എല്ലാവരും അപ്പം അഞ്ജനാദേവി മഹർഷിമാരൊക്കെ ഇങ്ങനെ ഭക്തിയോടുകൂടി അവരെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ശ്രീരാമചന്ദ്രദേവ, അങ്ങയുടെ ദർശന ഭാഗ്യം കിട്ടിയതിൽ ഈ ഉള്ളവളും മറ്റു മഹർഷിമാരും പുണ്യാത്മാക്കളായി ഭവിച്ചിരിക്കുന്നു. ഈ എളിയവളുടെ പാപവിമോചനാർത്ഥം അവിടുത്തെ തൃപ്പാദങ്ങൾ മല നെറുകയിലുള്ള അടിയങ്ങളുടെ പർണശാലയിൽ പതിക്കുന്നതിന് തിരുവുള്ളമുണ്ടായാലും. അഞ്ജനാദേവി പറയുന്നതാണ് കേട്ടോ. അഞ്ജനാദേവിയും മഹർഷിമാരും കൂടെ പറയാണ്. അപേക്ഷ അനുസരിച്ച് അവരുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ചിട്ട് ശ്രീരാമ ലക്ഷ്മണന്മാരും ആഞ്ജനേയനും ഒക്കെ എന്താ ചെയ്തത്?
സുഗ്രീവാദി വാനര വീരന്മാരും എല്ലാവരും കൂടെ ഫലമൂലാദികളെല്ലാം ഭക്ഷിച്ച് വെള്ളമെല്ലാം കുടിച്ച് ഒരല്പനേരം വിശ്രമിച്ചിട്ട് ദക്ഷിണ ദിക്കിലേക്ക് തിരിച്ചു പോയി. എന്തിന്? സീതാമാതാവിനെ അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അണ്ണാറക്കണ്ണന്റെ ദൈവഭക്തി. അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് അണ്ണാറക്കണ്ണന്റെ ദൈവഭക്തി. ശ്രീരാമ ലക്ഷ്മണന്മാരും സുഗ്രീവാദി വാനര വീരന്മാരും സമുദ്രതീരത്തേക്ക് നോക്കി ഇങ്ങനെ പോവാണ്. എപ്രകാരമാണ്, ഏത് രീതിയിലാണ് ഈ മഹാവാരിധിയെ, മഹാവാരിധി എന്ന് പറയുമ്പോൾ വലിയ കടലാണ്, ഓക്കെ, മഹാവാരിധിയെ എന്താ ചെയ്യേണ്ടത്? മഹാവാരിധിയിൽ എങ്ങനെയാണ് കടക്കേണ്ടത്? കാരണം വലിയൊരു കടൽ വേണം, ഇവർക്ക് 100 യോജനയൊക്കെ ചാടിക്കിടക്കണം. അപ്പം എങ്ങനെയാണ് ലങ്കാ നഗരത്തിലേക്ക് എല്ലാവരും കൂടെ ഹനുമാനെ കൊണ്ട് പറ്റും, ഒരാളെ മറ്റുള്ളവരെ കൊണ്ട് പറ്റണ്ടേ? അപ്പം യുദ്ധം ചെയ്ത് അവനെ നിഗ്രഹിച്ച് അവനെ കൊന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ സീതാമാതാവിനെ മോചിപ്പിക്കേണ്ടത് എന്ന് ഗാഢമായി അവരിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ സമുദ്ര രാജാവായിരിക്കുന്ന വരുണന്റെ സഹായം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള വഴി അതിവേഗം നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ബാക്കി വാനരന്മാർ പറഞ്ഞു. അവർ പറഞ്ഞു, നമുക്ക് സമുദ്ര രാജാവായിരിക്കുന്ന അല്ലെ സമുദ്രദേവനായിരിക്കുന്ന വരുണൻ വിചാരിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് സമുദ്രം ഒന്ന് വഴിമാറി തന്നാൽ എളുപ്പം നമുക്ക് 100 യോജന ആ ഒരു വഴിയിലൂടെ യാത്ര ചെയ്ത് ലങ്കയിൽ എത്താൻ സാധിക്കുമെന്ന് ബാക്കി ആൾക്കാർ വാനരന്മാരൊക്കെ പറഞ്ഞു. വാരിധിയുടെ ആ സമുദ്രത്തിന്റെ തീരത്തില് പൂർവ്വ ദിശയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കണ്ണുകളെല്ലാം പൂട്ടി ധ്യാനത്തിലിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭു വരുണ ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ വരുണദേവൻ പ്രത്യക്ഷപ്പെടുന്നില്ല. തറയിൽ ദർഭപ്പുല്ലുകളെല്ലാം വിരിച്ചുകൊണ്ട് യോഗനിഷ്ഠയോടുകൂടി ഇരിക്കുന്ന ശ്രീരാമസ്വാമി 3 രാത്രിയും 3 പകലും ഉപവാസത്തോടുകൂടി വാരിധിയെ പ്രാർത്ഥിച്ചു, വരുണദേവനെ പ്രാർത്ഥിച്ചു. എന്നിട്ടും വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. ദേഷ്യം വന്ന നമ്മുടെ ശ്രീരാമസ്വാമി രഘുപതിയുടെ കമല നയനകൾ, അതായത് കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിച്ചു. അദ്ദേഹം സുമിത്രാത്മജനോട് പറഞ്ഞു, ലക്ഷ്മണ, ശാപവും ശരങ്ങളും കൊണ്ടുവരൂ. നമ്മുടെ അപേക്ഷ സ്വീകരിച്ച് പാത നൽകുവാൻ മടിക്കുന്ന വരുണന്റെ ധിക്കാരം നാം ശമിപ്പിക്കുന്നതാണ്. ദേവകാര്യാർത്ഥം ലങ്കയെ പ്രാപിച്ച് രാവണനെ നിഗ്രഹിക്കുവാൻ ഉദ്യമിക്കുന്ന നമ്മെ ദേവന്മാരിൽ ഒരുവനായിരിക്കുന്ന വരുണൻ അവഗണിക്കുന്നു. നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന സകരാദികളാൽ സൃഷ്ടിക്കപ്പെട്ട സാഗരം അവരുടെ പിൻഗാമിയായിരിക്കുന്ന രാമൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത്ര അഹങ്കാരമാണോ വരുണന്? നമ്മുടെ പൂർവികന്മാരാൽ എന്താ പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഗരം, ഈ കടൽ ഞാൻ നശിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. കോദണ്ഡം കരത്തിലേന്തിയ, അതായത് കൈകളിലെടുത്ത ദശരഥ സൂനു, അതായത് ശ്രീരാമൻ ഞാൻ മുറുക്കി എന്താ ചെയ്തത്? ശബ്ദത്തോടുകൂടി ആ ഒരു അസ്ത്രമങ്ങ് തൊടുത്തു. ദാശരഥിയുടെ, അതായത് ശ്രീരാമസ്വാമിയുടെ പങ്കജവദനത്തിൽ, അതായത് താമരപ്പൂ പോലെയുള്ള മുഖത്ത് വൈഷ്ണവ തേജസ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അറിയാലോ ശ്രീരാമസ്വാമി ആരാണെന്ന്? നമ്മുടെ ചക്കരയുടെ അവതാരമാണ് അല്ലെ, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ, ഗോലോകത്തിരിക്കുന്ന കൃഷ്ണന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ വൈഷ്ണവ തേജസ് അദ്ദേഹത്തിന്റെ മുഖത്തങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ലോകം മുഴുവൻ പ്രകമ്പനം കൊണ്ടു. കൊടുങ്കാറ്റങ്ങാഞ്ഞു വീശി. ആദിത്യൻ, അതായത് സൂര്യൻ, മേഘങ്ങൾക്കിടയിൽ പോയി ഒളിച്ചു. സപ്തസാഗരങ്ങളും അങ്ങ് ഇളകി മറിഞ്ഞു. 7 കടലും 7 സാഗരങ്ങളും ഇളകി മറിയാൻ തുടങ്ങി. അഷ്ടദിക് പാലകന്മാരെല്ലാം പേടിച്ചു. ഭയക്രാന്തനായിരിക്കുന്ന സാഗരാപതി മഹാസാഗര മധ്യത്തിൽ നിന്നങ്ങ് പൊങ്ങി വന്നു. സാഗരവംശ തിലകനായിരിക്കുന്ന ശ്രീരാമദേവന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണവി. ഇത് മര്യാദയ്ക്ക് നേരത്തെ ചെയ്താൽ പോരെ ഈ വരുണന്? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ വരുണൻ പിന്നെ കടലിന്റെ നടുക്കുന്ന് പൊങ്ങി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? പൊങ്ങി വന്നിട്ട് ശ്രീരാമദേവനോട് മാപ്പ് ചോദിച്ചു. വരുണൻ പറഞ്ഞു, സർവലോക നായക, സഗരവംശ തിലക, അടിയനോട് ക്ഷമിച്ചരുളും. അവിടുത്തെ കൽപ്പന ശിരസാ വഹിക്കുന്നത് അടിയൻ കാത്തു നിൽക്കുകയാണ്. അപ്പൊ കിട്ടേണ്ടത് കിട്ടിയ പേടിയുണ്ട്. ശ്രീരാമസ്വാമി പറഞ്ഞു, വരുണ, രാമാസ്ത്രം പിഴയ്ക്കുകയില്ല. കോദണ്ഡത്തിൽ നാം തൊടുത്തിരിക്കുന്ന ഈ ബാണം അത് വെറുതെ ആവില്ല. അപ്പൊ വരുണൻ പറഞ്ഞു, രാമചന്ദ്ര പ്രഭു, അവിടുത്തെ കൽപ്പന അടിയൻ അവഗണിക്കുകയില്ല. അടിയന് പിണഞ്ഞുപോയ അബദ്ധം മറ്റൊന്നാണ്. ഉത്തരഭാഗത്ത് ധ്രുമകൽപ്പം എന്നൊരു സ്ഥലമുണ്ട്. പാപികളായിരിക്കുന്ന ചില ദുഷ്ടന്മാർ അവിടെ അടിയനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആജ്ഞ അനുസരിച്ച്
ഉടൻ തന്നെ വരുവാൻ സാധിക്കാത്ത കാര്യവും അത് തന്നെയാണ്. അല്ലാതെ ഞാൻ അങ്ങയെ നിന്ദിച്ചതല്ല. അതുകൊണ്ട് അടിയനെ ലക്ഷ്യമാക്കി തൊടുത്ത ആ രാമബാണം ആ ദുഷ്ടന്മാരെ ലക്ഷ്യമാക്കി പ്രയോഗിക്കാൻ അവിടത്തേക്ക് കൃപ തോന്നിയാൽ. അങ്ങനെ ശ്രീരാമബാണം ദ്രുമകൽപ്പത്തിലുള്ള മഹാപാപികളെ നിഗ്രഹിച്ചു മടങ്ങി വന്നു. മഹാസാഗരത്തിൽ സേതുബന്ധനത്തിനുള്ള സകല സഹായ സഹകരണങ്ങളും ചെയ്ത വരുണ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് ഇത്തരത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത് വരുണൻ? ഇക്ഷാകുകുല തിലകമേ, അതായത് ഇക്ഷാകു വംശത്തിലാണല്ലോ അദ്ദേഹം ജനിച്ചത്. അപ്പം ഇക്ഷാകു കുല തിലകമേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, വാനരവീരന്മാരിൽ നളനെന്ന് നാമധേയമുള്ള ഒരാളുണ്ട്. എന്താ പറയുന്നത്? വാനര വീരന്മാരിൽ നളനെന്ന് പറയുന്ന ഒരു ഒരു നളനെന്ന് പറയുന്ന ഒരാളുണ്ട്. എന്നിട്ട് പറയാണ്, അവൻ ഒരു കാലത്ത് ഗംഗാനദിയിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായത്? സന്തോഷത്തോടു കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ധണന്മാർ പൂജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാളഗ്രാമങ്ങൾ പെറുക്കിയെടുത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞിങ്ങനെ രസിക്കുകയായിരുന്നു. അതായത് വാനരവീരന്മാരിൽ നളനെന്ന് പേരുള്ള ഒരാളുണ്ട്. അവൻ ഒരു സമയത്ത് ഗംഗാനദിയുടെ തീരത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ധണന്മാർ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സാളഗ്രാമങ്ങൾ. സാളഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ പ്രഭു, ഹരേ കൃഷ്ണ, ഞാൻ അങ്ങനെ അന്വേഷിക്കുമായിരുന്നു എവിടെയാണെന്ന്. അപ്പോൾ ആ സാളഗ്രാമങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് ഗംഗാനദിയിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളിക്കുകയാണ് അവൻ. സാളഗ്രാമം എന്ന് പറഞ്ഞാൽ സാധാരണ കല്ലല്ലോ, അത് നമ്മൾ ഓർക്കണ്ടേ. ദേഷ്യം വന്ന, അവൻ്റെ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന നമ്മുടെ ആരാ ചെയ്തത്? അവൻ്റെ പ്രവൃത്തിയിൽ ദേഷ്യം വന്നിരുന്ന ബ്രാഹ്മണന്മാർ എന്ത് ചെയ്തു? മേലാൽ നളൻ ജലാശയത്തിൽ വീശിയെറിയുന്ന യാതൊരു വസ്തുവും താഴ്ന്നു പോകരുതെന്ന് അവനെ അങ്ങ് ശപിച്ചു. ഒരിക്കലും നീ എന്ത് പറഞ്ഞാലും ശരി, നീ എറിയുന്ന ഒരു വസ്തുവും ജലത്തിൽ എറിയുന്ന ഒരു വസ്തുവും താഴ്ന്നു പോവില്ല എന്നങ്ങ് ശപിച്ചു. അന്ന് നളന് ലഭിച്ച ശാപം ഇന്ന് ഉപകാരമായി തീർന്നിരിക്കുകയാണ്. വാനരന്മാർ സംഭരിച്ചു കൊണ്ടുവരുന്ന പാറക്കല്ലുകളും പാറകളും വൃക്ഷങ്ങളും നളന്റെ കൈകൊണ്ട് സമുദ്രത്തിൽ എഴുതുകയാണെങ്കിൽ അത് ജലാശയത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. സേതുബന്ധനത്തിന് അത് സഹായമാവും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായെങ്കിൽ മെസ്സേജ് ഇടും. മനസ്സിലായെങ്കിൽ മനസ്സിലായില്ല. അതായത് ജിജോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വാനര വീരന്മാരിൽ നളൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരിക്കൽ സാളഗ്രാമം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്, പക്ഷെ അത് കല്ലിന്റെ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ നളൻ എന്താ ചെയ്തത്? ഒരു സമയത്ത് കുറേ സാളഗ്രാമങ്ങൾ പൂജിച്ച് കൊണ്ടിരുന്ന വേറെ മഹർഷിമാരെ പൂജിച്ച സാളഗ്രാമങ്ങൾ എടുത്തിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കില്ലേ, അതേപോലെ ആ സാളഗ്രാമങ്ങൾ എടുത്തിട്ട് ഗംഗയിലോട്ട് എറിയാൻ തുടങ്ങി. എറിഞ്ഞിങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ബ്രാഹ്മണന്മാർക്ക് ദേഷ്യം വന്നു. ബ്രാഹ്മണന്മാർ വന്നിട്ട് പറഞ്ഞു, നള, നീ ഇനി എറിയുന്ന ഒരു സാധനവും വെള്ളത്തിൽ താഴ്ന്നു പോവില്ല, നീ എന്തെറിഞ്ഞാൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പം നമുക്ക് സേതുബന്ധനം നിർമ്മിക്കണമെങ്കിൽ കടലിലേക്ക് എന്ത് സാധനം ഇട്ടാലും അത് താഴ്ന്നു പോകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, വരുണൻ പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നളനെ വിളിക്കാം. നളൻ കൊണ്ടുവരുന്ന എന്ത് കല്ലായാലും ശരി, എന്തായാലും ശരി, പാറക്കല്ലായാലും മരമായാലും എന്തായാലും നളന്റെ കൈ കൊണ്ടാണ് കടലിലേക്ക് എറിയുന്നെങ്കിൽ അത് താഴ്ന്നു പോവില്ല, മറ്റേതെല്ലാം താഴേക്ക് പോവില്ലേ. അപ്പൊ അങ്ങനെ പോവില്ല. അതുകൊണ്ട് നമുക്ക് നളനെ വിളിക്കാം എന്ന് പറഞ്ഞു. അതായത് കിട്ടിയ ശാപം ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ് ഇവിടെ. അത് സേതുബന്ധനത്തിന്, അതായത് എന്താ പറയാ, നമ്മുടെ ഇതുണ്ടല്ലോ, ലങ്കയിലേക്ക് നമ്മൾ നിർമ്മിക്കുന്ന ആ പാലം, സേതുബന്ധന പാലം, അപ്പൊ അതിനതൊരു ഹെൽപ്പ് ആവില്ലേ എന്നാ പറയുന്നത്. ഇത് പറഞ്ഞിട്ട് വരുണദേവൻ അപ്രത്യക്ഷനായി.
വരുണ ഭഗവാൻ പറഞ്ഞ കാര്യം എന്ത് ചെയ്തു, നളൻ്റെ അടുത്ത് പോയിട്ട് വാനര വീരന്മാർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നള നീ വേഗം സമുദ്ര തീരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ഉത്സാഹത്തോടെ എല്ലാവരും എന്ത് ചെയ്തു, കുറെ കൂറ്റൻ പാറകളും വൃക്ഷങ്ങളും കല്ലും മലയും ഒക്കെ ചുമന്നുകൊണ്ട് പിഴുതെടുത്തൊക്കെ വലിച്ചു പിടിച്ചൊക്കെ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്ന് നളൻ്റെ കൈകളിൽ കൊടുത്തു. നള നീ എറിഞ്ഞോളാൻ പറഞ്ഞു. വാനര വീരന്മാരായിരിക്കുന്ന നളൻ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തൊട്ട ഉടനെ തന്നെ അതിലെല്ലാം ശ്രീരാമ ശ്രീരാമ രാമ 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 എന്ന് ഭയഭക്തിയോടുകൂടി നളൻ എഴുതാൻ തുടങ്ങി. എഴുതി സമുദ്രത്തിലേക്ക് ഇടാൻ തുടങ്ങി. കുറേ മണിക്കൂറുകൾ കഴിയും തോറും സാഗരത്തിലെ അണക്കെട്ടും അതിവേഗത്തിൽ പുരോഗമിച്ചു. അതായത് കുഴപ്പമില്ല രാജലക്ഷ്മി അമ്മേ, ആ ഒരു സേതുബന്ധന പാലം ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. വാനരവീരന്മാരുടെ വേഗതയും ശക്തിയും ഉത്സാഹവും ഒക്കെ ഒരു അണ്ണാറക്കണ്ണൻ ഇരുന്നിങ്ങനെ നോക്കുക. എന്താ ഇവർ ഇത്ര ഉത്സാഹത്തോടു കൂടി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അണക്കെട്ടിന് എന്നെ കൊണ്ടാവുന്ന സഹായം കൂടെ ചെയ്യാം എന്നാര് വിചാരിച്ചു? ആ കൊച്ചു ജീവി വിചാരിച്ചു. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അങ്ങനെ സഹായിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ സമുദ്രജലത്തിൽ മുക്കി മണ്ണിൽ കിടന്നുരുണ്ട് അണ്ണാറക്കണ്ണൻ പോയി സമുദ്രജലത്തിൽ മുങ്ങി. എന്നിട്ട് മണ്ണിലെല്ലാം കിടന്ന് ഉരുണ്ട് ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന കുറച്ച് മണ്ണ്, നമ്മളിപ്പോൾ വെള്ളത്തിൽ പോയിട്ട് നനഞ്ഞിട്ട് വീണ്ടും നമ്മൾ കടലിൻ്റെ തീരത്തോട്ട് വന്നാൽ നമ്മുടെ കാലിലൊക്കെ മണ്ണ് പറ്റിപ്പിടിക്കില്ലേ, അതേപോലെ അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തു, സമുദ്രജലത്തിൽ മുങ്ങും, ആ മണ്ണിൽ കിടന്നുരുളും. എന്നിട്ട് ആ മണ്ണ് അണക്കെട്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, കല്ലും പാറക്കല്ലൊക്കെ ഇങ്ങനെ എറിയുമ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് വിടവ് വരില്ലേ, ആ വിടവിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ഉതിറി ഇങ്ങനെ പറപ്പിച്ചു വിട്ടു. അപ്രകാരം തുടർന്നു കൊണ്ടിരിക്കുന്ന ആ അണ്ണാറക്കണ്ണൻ്റെ ത്യാഗശീലവും സ്നേഹവും ബുദ്ധിയൊക്കെ കൗതുകത്തോടുകൂടി അത്ഭുതത്തോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭു കരുണയോടുകൂടി നോക്കി നിന്നു. അണ്ണാറക്കണ്ണനെ വാത്സല്യത്തോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭു അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എടുത്തിട്ട് 3 വിരലുകൾ കൊണ്ടിങ്ങനെ തലോടി, അതിൻ്റെ മുതുകിലിങ്ങനെ മൃദുവായി തലോടി കൊടുത്തു, അതിനെ അനുഗ്രഹിച്ചു. ശ്രീരാമ തൃക്കര വിരലുകൾ പതിക്കാൻ ഭാഗ്യം ലഭിച്ച അണ്ണാറക്കണ്ണ വർഗത്തിൻ്റെ മുതുകിൽ രാമവാത്സല്യ പ്രതീകമായി വിളങ്ങുന്ന 3 വെളുത്ത വരകൾ നമുക്ക് കാണാൻ പറ്റും. ഹരിബോൽ. അണ്ണാറക്കണ്ണൻ്റെ ശരീരത്തിൽ ആ 3 വെളുത്ത വരകൾ ഇന്നും കാണാൻ പറ്റും. 3 വിരലുകൾ കൊണ്ടാണ് എന്തായത്, ഹനുമാൻ നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭു എന്ത് ചെയ്തത്, വിരൽ കൊണ്ട് തലോടിയത്. അങ്ങനെ തലോടിയത് കാരണം അണ്ണാറക്കണ്ണൻ്റെ മുതുകിൽ ഇന്നും ആ 3 വിരലുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ആ ഒരു വർഗത്തിൻ്റെ ആ ഒരു ഇതിൽ പുറകിൽ 3 വിരലുകൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് നമ്മുടെ അണ്ണാറക്കണ്ണന്മാരുടെ മുതുകില് 3 വിരലുകൾ വന്നത്. അവരുടെ വർഗത്തിൻ്റെ മുഴുവൻ അണ്ണാറക്കണ്ണൻ്റെ സ്പീഷ്യസ് എടുത്തു നോക്കിയാലും ആ 3 വിരലുകൾ കാണാം. അതന്ന് ശ്രീരാമചന്ദ്ര പ്രഭു തടവിയതാണ്. അങ്ങനെ രാമേശ്വരം മഹാകായന്മാർ, നല്ല ശക്തിയുള്ള അത്ഭുതശക്തരുമായിരിക്കുന്ന, അത്ഭുതവും ശക്തിയുമുള്ള പല കോടി വാനര വീരന്മാർ, ഒരുപാട് കോടിക്കണക്കിന് വാനര വീരന്മാര് വൻ പാറക്കല്ലുകളും വൃക്ഷങ്ങളും ഇളക്കിയെടുത്ത് ചുമന്നുകൊണ്ടുവന്ന് സമുദ്രതീരത്ത് ഇങ്ങനെ കൂട്ടിയിടുകയാണ് അവര്. സൃഷ്ടാവിൻ്റെ മകനും പടുവൃദ്ധനുമായിരിക്കുന്ന ജാമ്പവാൻ, കിഷ്കിന്ധ്യാപതിയായിരിക്കുന്ന സുഗ്രീവൻ, ഇളം തലമുറക്കാരനായിരിക്കുന്ന അംഗദകുമാരൻ, വാദാത്മജനായിരിക്കുന്ന ഹനുമാൻ, സ്ഥാനമാനങ്ങളും പ്രായവും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മറന്ന് വൃക്ഷങ്ങളും പാറകളും കല്ലുകളും എല്ലാം ഇങ്ങനെ ഉത്സാഹത്തോടെ ചുമന്നുകൊണ്ട് വരികയാണ്. അതെല്ലാം തന്നെ നമ്മുടെ നളൻ്റെ സഹായത്തോടു കൂടി എന്താ പറയുക, യഥാക്രമം അടുക്കി വെച്ച് സമുദ്രത്തിലേക്ക് ഇറങ്ങി സേതുബന്ധനം നിർവഹിച്ചു.
ജയ ജയ ശ്രീരാമ, ജയ ജയ ശ്രീരാമചന്ദ്രപ്രഭു, ജയ് ജയ് സീതാമാതാവേ എന്നിങ്ങനെ ശ്രീരാമനാമ ജപങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിൽ അവരിങ്ങനെ രാമനാമം മുഖരിതമാക്കുകയാണ്. സേതുബന്ധനം അങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സമുദ്രതീരത്ത് പാപനാശനമായിരിക്കുന്ന ശ്രീ പരമേശ്വര ലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യണമെന്ന് ശ്രീരാമസ്വാമി ചിന്തിച്ചു. ഇനി എന്തായാലും ഇപ്പോഴും അത് രാമേശ്വരത്ത് കാണാം ആ കല്ലുകൾ. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു പറഞ്ഞു, എന്തായാലും ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം, ശ്രീ പരമേശ്വര ലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ദിവസം പ്രതിഷ്ഠാകർമ്മം നിർമ്മിച്ച് നൽകിക്കൊള്ളാന്ന് നളനും നീലനും പറഞ്ഞു. അവർ പറഞ്ഞു, ശരി പ്രഭു, ഞങ്ങൾ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, പരമേശ്വരൻ്റെ പ്രതിഷ്ഠ വെക്കാമെന്ന് പറഞ്ഞു. റൂമിൽ പോയി നോക്കിക്കോ. കൈലാസത്തിൽ നിന്ന് വിശിഷ്ടമായിരിക്കുന്ന ശിവലിംഗം കൊണ്ടുവരുന്നതിന് ആഞ്ജനേയ സ്വാമിയോട് പറഞ്ഞു. മണ്ഡപമൊക്കെ പൂർത്തിയായി. പ്രതിഷ്ഠാകർമ്മത്തിനുള്ള ശുഭമുഹൂർത്തവും തുടങ്ങി. പക്ഷേ ശിവലിംഗവുമായിട്ട് ആര് വന്നില്ല? ഹനുമാൻ സ്വാമി വന്നില്ല. ശുഭമുഹൂർത്തം തെറ്റിക്കുന്നത് മംഗളകർമ്മങ്ങൾക്ക് ശരിയല്ല. മണ്ഡപത്തിൽ കയറിയ ശ്രീരാമസ്വാമി പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്രമായ മനസ്സോടുകൂടി മൂർത്തിത്രയങ്ങളുടെ ഏകഭാവശക്തി അങ്ങ് ആവാഹിച്ചു. ശ്രീരാമചന്ദ്ര പ്രഭു മണ്ഡപത്തിൽ കയറിയിട്ട് മൂർത്തി എന്താ പറയുക, നമ്മൾ പറയും ത്രിമൂർത്തികളെ പറയില്ലേ, ത്രിമൂർത്തികളെയും മൂർത്തിത്രയങ്ങളുടെ ഏകഭാവശക്തി അങ്ങോട്ട് ആവാഹിച്ചെടുത്തു. രാമേശ്വരം യാത്രയുണ്ട്. അവിടെ അംബികാദേവിക്ക് ഹാരമണിഞ്ഞാൽ, മാലയണിഞ്ഞാൽ ദാമ്പത്യത്തിൽ പ്രശ്നമുള്ളവരുടെ ദാമ്പത്യം തീരും, പ്രശ്നങ്ങൾ തീരും. കല്യാണമാവാത്തവർക്ക് കല്യാണമാവും. അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഐതിഹ്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ പൂജാ സമയത്ത് പ്രശാന്തിയും അത്ഭുത കാന്തിയും തുളുമ്പി നിന്ന മണ്ഡപത്തിൽ ശിവചൈതന്യം പ്രത്യക്ഷപ്പെട്ടു. പ്രതിഷ്ഠാകർമ്മമൊക്കെ യഥാവിധിയൊക്കെ കഴിഞ്ഞ് പുണ്യമായിരിക്കുന്ന ആ സ്ഥലത്ത് സ്വയംഭൂവായിരിക്കുന്ന ശിവലിംഗം ഭൂമിയിൽ നിന്ന് അങ്ങനെ മുളച്ചു വന്നു. ദേവന്മാരൊക്കെ എന്ത് ചെയ്തു? പുഷ്പവൃഷ്ടി ചെയ്തു. വീണാ തന്ത്രികൾ മീട്ടി നാരദമുനി ശ്രുതിമധുരമായി ദേവഗാനങ്ങൾ ആലപിച്ചു. സമുദ്രജലം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് കൊണ്ടുവന്ന ശ്രീരാമസ്വാമി ഭക്തിപൂർവം അഭിഷേകം ചെയ്ത് പൂജ ചെയ്തു. ഭക്തി ലഹരിയിൽ കുളിച്ചു നിന്ന വാനര വീരന്മാർ ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ് എന്നങ്ങ് ആലപിക്കാൻ തുടങ്ങി. അപ്പോ ശിലാലിംഗവുമായിട്ട്, അത് ശിവലിംഗവുമായിട്ട് ഹനുമാൻ സ്വാമി വന്നു. പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഹനുമാൻ സ്വാമിക്ക് ഭയങ്കര ദുഃഖമായി. താൻ ചെയ്യേണ്ട കാര്യത്തിൽ പിഴവ് സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ പ്രപഞ്ചനാപുത്രനായിരിക്കുന്ന ഹനുമാൻ സ്വാമി പൊട്ടിക്കരയാൻ തുടങ്ങി. തൻ്റെ ഭക്തനായ ഹനുമാൻ സ്വാമിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്ര പ്രഭു എന്ത് ചെയ്തു? സാന്ത്വനമായിക്കൊണ്ട് പറഞ്ഞു, അഞ്ജനാപുത്ര, ദുഃഖം വെടിഞ്ഞാലും നീ പരമേശ്വര സംഭൂതനാണ്. നീ കൊണ്ടുവന്ന ശിവലിംഗം പൂർവ്വ ഗോപുര സ്ഥാനത്ത് നീ തന്നെ പ്രതിഷ്ഠിച്ചുകൊള്ളൂ. ഭക്തജനങ്ങൾ ഗോപുരത്തിലുള്ള പ്രതിഷ്ഠ ദർശിച്ച് വന്ദിച്ചതിനു ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ക്ഷേത്രനാഥനെ ദർശിക്കുകയുള്ളൂ. അപ്രകാരം ചെയ്യുന്നവർക്ക് മാത്രമേ രാമേശ്വരനാഥ ദർശനം കൊണ്ട് ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ. ശ്രീരാമകൽപ്പന അനുസരിച്ച് പൂർവ ഗോപുര ഭാഗസ്ഥാനം നോക്കി ശ്രീ മഹാദേവ ലിംഗത്തെ പ്രതിഷ്ഠിച്ച ഹനുമാൻ സ്വാമി ഭക്തി പുരസരം ശയന പ്രദക്ഷിണം നടത്തി. മനസ്സിലായോ? സാറല്ലേ സിന്ധു മാതാജി? നേരെ ഹനുമാൻ സ്വാമിയോട് ശ്രീരാമസ്വാമി പറഞ്ഞു, നീ എന്താ പറയാ, 12 ജ്യോതിർലിംഗത്തിൽ ഒന്നാണ്. നീ വൈകിട്ടില്ല, നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഹനുമാൻ ഒരു കാര്യം ചെയ്യൂ, അത് കൊണ്ടുവന്നിട്ട്, ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല, അത് കൊണ്ടുവന്നിട്ട് ആ ശിവലിംഗം കൊണ്ടുപോയിട്ട് നീ ഗോപുരത്തിൽ പ്രതിഷ്ഠിക്കൂ. അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ കയറുന്ന സമയത്ത് ആദ്യം ഗോപുരം നോക്കി പ്രാർത്ഥിച്ചിട്ട് പിന്നീട് അകത്ത് കയറിയിട്ട് നമ്മൾ കാണും. അപ്പൊ ഈ ഗോപുരം ആദ്യം ദർശിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് മഹാദേവനെ ദർശിക്കുന്നുവോ
അവർക്ക് മാത്രമേ എന്തുണ്ടാവൂ? ശ്രീ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകൂ. അല്ലാത്തവർക്ക് രാമേശ്വരനാഥ ദർശനം അങ്ങനെ ചെയ്യുന്നവർക്കേ അനുഗ്രഹമുള്ളൂ, അല്ലാത്തവർക്കില്ല എന്ന് ശ്രീരാമചന്ദ്ര പ്രഭു ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഹനുമാൻ സ്വാമി വന്നപ്പോൾ ലങ്കാനിവാസികൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും അങ്ങ് മറന്നു. വിഭീഷണ ശരണപ്രാപ്തിയെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. വീണ്ടും രാക്ഷസന്മാരെന്തത് ഉത്സാഹഭരിതരായിട്ട് അവരങ്ങനെ അവരെ കാര്യങ്ങൾ നോക്കിപ്പോയി. ഹനുമാൻ സ്വാമി തിരിച്ചു പോയല്ലോ. അപ്പൊ തിരിച്ചു പോയതിനു ശേഷം എല്ലാവരും അവിടെ ഉണ്ടായ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ മറന്ന് എല്ലാവരും പഴയ പോലെയൊക്കെ ആയി. പക്ഷെ ഒരു വാനരൻ ലങ്കാനഗരത്തിന് ഏർപ്പെടുത്തിയ നാശനഷ്ടങ്ങളെ പറ്റി മറക്കാൻ ആർക്ക് സാധിച്ചില്ല? രാവണന് സാധിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രളയം വന്നു കഴിഞ്ഞാൽ പ്രളയത്തിന്റെ ആ അസ്ഥിതകളെല്ലാം തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും മറക്കും. അതേപോലെ ലങ്കാനഗരിയില് ഹനുമാൻ സ്വാമി വന്ന് ചെയ്തു കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാവരും മറന്നു, രാക്ഷസന്മാരൊക്കെ മറന്നു. പക്ഷെ ഒരു വാനരാൽ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഹനുമാൻ സ്വാമി നമ്മുടെ ആർക്ക് മറക്കാൻ പറ്റുന്നില്ല? രാവണന് മറക്കാൻ പറ്റുന്നില്ല. അത് ഒരു സാധാരണ സംഭവമല്ലെന്ന് കരുതി ആ അസംഭവത്തെ ഉദാസീനപ്പെടുത്താനും രാവണന് പറ്റുന്നില്ല. ഇല്ല, ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് കുറച്ച് വലിയ കാര്യം തന്നെയാണ്, ഇതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ശിവഭക്തനാണ് ദശമുഖൻ. ശിവന്റെ ഭയങ്കര ഭക്തനാണ് ആര്? നമ്മുടെ രാവണൻ. സാമഗാനാലാപനത്തിൽ കൂടി ഈശ്വര ചിത്തം ആകർഷിച്ചിട്ടുള്ളവനാണ് രാവണൻ. ഒരുപാട് നാമജപത്തിലൂടെയും എന്താ പറയാ കീർത്തനങ്ങളിലൂടെയൊക്കെ മഹാദേവന്റെ അനുഗ്രഹം വാങ്ങിയ ഒരാളാണ് രാവണൻ. ആണ്ടിൽ ഒരു പ്രാവശ്യം, വർഷത്തിൽ ഒരു പ്രാവശ്യം കൈലാസത്തിൽ ചെന്ന് ശ്രീ മഹാദേവനെ ദർശിച്ച് തൃപ്പാധാര വിന്ദങ്ങളൊക്കെ പൂജ ചെയ്ത് മാനസ സംതൃപ്തി നേടുന്നതിന് രാവണന്റെ ഒരു പതിവാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും രാവണൻ എവിടെ എത്തും? കൈലാസത്തിലെത്തും. എന്നിട്ട് മഹാദേവനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കും. ഒരിക്കൽ പതിവ് പോലെ ലങ്കേശ്വരൻ കൈലാസത്തിലെത്തി. എന്നിട്ടോ ഏതെങ്കിലും അപ്പോൾ നേരെ എന്ത് ചെയ്തു? നമ്മുടെ ലങ്കയിൽ നിന്ന് രാവണൻ നേരെ എവിടെ എത്താണ്? കൈലാസത്തിലെത്തി, പതിവ് പോലെ എത്തി. പക്ഷേ അന്ന് ശിവാലയത്തിൽ കയറാനുള്ള അനുവാദം രാവണന് കിട്ടിയില്ല. ശിവപാർവതിമാർ ഏകാന്തതയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ആരെയും കടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ശ്രീ മഹേശ്വര കൽപ്പനയാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് എനിക്ക് ഭയങ്കര പൊടി അലർജി. വിധമ നേരത്തെ ഭയങ്കര പൊടി അലർജി, ഇറിറ്റേഷൻ ആവുന്നു എനിക്ക്. സുഷമ മാതാജി സുഖമായിരിക്കുന്നോ? സോറി കേട്ടോ. അപ്പോൾ ശിവപാർവതിമാർ ഏകാന്തതയിൽ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ആരെയും അങ്ങോട്ട് കടത്തി വിടരുത് എന്നുള്ളത് മഹാദേവന്റെ കൽപ്പനയാണ്. അതനുസരിച്ച് ദ്വാരപാലകനായിരിക്കുന്ന നന്ദികേശ്വരൻ എന്താ പറഞ്ഞത്? രാവണനോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ കയറരുത് എന്ന് പറഞ്ഞു, പ്രവേശനം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. നന്ദികേശ്വരനെ ധിക്കരിച്ച് അകത്തേക്ക് കടക്കാൻ പോയ ദശമുഖനെ നന്ദിദേവൻ എന്ത് ചെയ്തു? ബലാത്കാരം പിടിച്ചു നിർത്തി. ദേഷ്യം വന്ന രാവണൻ എന്ത് ചെയ്തു? വാനരനെ പോലെ ചാബല്യം കാട്ടുന്ന നീ ശിവാലയ കാവൽക്കാരനായി നിൽക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിദേവനോട് അങ്ങോട്ട് ഭയങ്കരം ചാട്ടം ചാടി. രാവണൻ തന്നെ വാനരനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് വാനരൻ എന്ന് വിളിച്ചു അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിദേവൻ എന്ത് ചെയ്തു? ശപിച്ചു. നീ എന്നെ വാനരാന്നല്ലേ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നന്ദിദേവൻ അങ്ങ് ശപിച്ചു. മലയാളം ഏതായാലും കുഴപ്പമില്ല. ഉടനെ നന്ദിദേവൻ എന്താ പറഞ്ഞത്? രാവണ, വേദശാസ്ത്രങ്ങളെല്ലാം വിധിപ്രകാരം ഗ്രഹിച്ചിട്ടുള്ള നീ അഹങ്കാരം കൊണ്ട് നമ്മെ വാനരൻ എന്ന് വിളിച്ചു പുച്ഛിച്ചു. അതുകൊണ്ട് വിവരദോഷിയായ നിനക്ക് വാനരങ്ങൾ മുഖാന്തരം തന്നെ നാശം സംഭവിക്കുന്നു പറഞ്ഞു. നന്ദികേശ്വരൻ അന്ന് നൽകിയ ശാപം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണോ എന്ന് രാവണൻ ഇങ്ങനെ ചിന്തിച്ചു. വാനരനാണല്ലോ വന്നിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പം അന്ന് നന്ദി ശപിച്ചത് ഇന്നത് യാഥാർത്ഥ്യമായെന്ന് രാവണൻ ചിന്തിച്ചു. കോടിക്കണക്കിന് വാനരന്മാരും ഒത്തുകൊണ്ട് രാമലക്ഷ്മണന്മാർ വരുന്നുള്ളതും കരുത്തന്മാരും സമർത്ഥരുമായിരിക്കുന്ന മർക്കട വീരന്മാർ എന്താ പറയാ
കുറേ കടലിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കല്ലുകളൊക്കെ ഇട്ടിട്ട് പാറയൊക്കെ ഇങ്ങനെ ഇട്ട് ഓരോന്ന് ക്ലാസ്സിലാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും എല്ലാം രാവണനോട് അവിടെയുള്ളവർ ഉണർത്തിച്ചു. രാക്ഷസന്മാർ പറഞ്ഞു, പ്രഭു, ഒരുപാട് വാനരന്മാർ, കോടിക്കണക്കിന് വാനരന്മാർ ശ്രീരാമനോട് കൂടി ചേർന്ന് പാറയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടലിൽ പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരിങ്ങോട്ട് വരും, ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ മന്ത്രാലോചന യോഗം, അതായത് മന്ത്രിസഭ കൂടിയിട്ട് രാവണൻ എല്ലാവരെയും വിവരം പറയാൻ വേണ്ടിയിട്ട് പരിചാരകന്മാരോട് പറഞ്ഞു, എല്ലാവരെയും വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വിവരം പറയണമെന്ന് പറഞ്ഞു. നല്ല ഉറക്കത്തിലായിരുന്നു കുംഭകർണൻ. കുംഭകർണനെയൊക്കെ വളരെ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. രാവണൻ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. പ്രഹസ്തൻ, ഇന്ദ്രജിത്ത്, വിഭീഷണൻ, കുംഭകർണൻ, അങ്ങനെ എല്ലാ പ്രമുഖന്മാരും രാക്ഷസ പ്രമാണിമാരും സേനാനായകന്മാരും എല്ലാവരും രാജകൊട്ടാരത്തിലേക്ക് വന്നു. രാമനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഉചിതമാണോ അല്ലേ എന്നിങ്ങനെ അവർ സംസാരിച്ചൊരു തീരുമാനത്തിലെത്താണ്. വിഭീഷണൻ അവരുടെ തെറ്റായ തീരുമാനത്തെ എതിർക്കുക മാത്രമല്ല, അവർ പറയുകയാണ് എന്തായാലും രാമനെ നമ്മൾ തീർത്ത് കളയണം, ഈ വാനരന്മാരെല്ലാം കൊന്നുകളയണം, വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തീരുമാനം എടുക്കുമ്പോൾ വിഭീഷണൻ അങ്ങോട്ടേക്ക് എതിർത്തു. സീതാദേവിയെ ശ്രീരാമ സമക്ഷമേൽപ്പിച്ച് ചെയ്ത തെറ്റിന് ക്ഷമ പറഞ്ഞ് ഒരു മഹായുദ്ധം ഒഴിവാക്കണമെന്ന് വിഭീഷണൻ രാവണനോട് പറഞ്ഞു. വിഭീഷണൻ പറയുന്നത് കേട്ടപ്പോൾ രാവണൻ അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. ലങ്കാനഗരം വിട്ടിട്ട് നീ പുറത്തു പോടാന്ന് പറഞ്ഞു രാവണൻ. സൂപ്പർ രമണൻ പ്രഭു, അല്ലാത്ത പക്ഷം വർഗശത്രുവായിരിക്കുന്ന അവനെ നിഗ്രഹിച്ചു കളയും. അതായത് ഈ വർഗത്തിന് തന്നെ, രാക്ഷസ വർഗത്തിന് തന്നെ നീ അപമാനമാണ്. ത്രിവേണിയമ്മ എവിടെയായിരുന്നു? ഞാൻ കുറേ നേരം അന്വേഷിക്കുന്നു. അപ്പോൾ വർഗശത്രുവാണ് നീ വിഭീഷണ, നീ നമ്മുടെ വർഗത്തിന് തന്നെ ശത്രുവാണ്, നിന്നെ ഞാൻ കൊന്നുകളയും, ഈ ലങ്കാനഗരം വിട്ട് നീ കൊള്ളാൻ പറഞ്ഞു. അന്ത്യശാസന, അവസാനത്തെ ശാസന കൊടുത്തു. സത്യധർമാദികൾ വെടിഞ്ഞ് പരകളത്രത്തെ മോഹിച്ച് രാക്ഷസകുലാന്തകനായി ജീവിക്കുന്ന തൻ്റെ അനിയനെ കുറിച്ച് ഓർത്തിട്ട് ആർക്ക് ദുഃഖം വന്നു? രാവണന്. പക്ഷെ രാവണൻ അതൊന്നും പുറത്തു കാണിച്ചില്ല. പക്ഷെ അതിനേക്കാൾ ദുഃഖം ആർക്ക് വന്നു? വിഭീഷണൻ. സത്യധർമാദികളെല്ലാം വെടിഞ്ഞ് ഈ രാക്ഷസ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? രാവണൻ. അങ്ങനെ വിഭീഷണൻ എന്ത് ചെയ്തു? ലങ്കാനഗരം വിട്ടു. രാവണൻ പറഞ്ഞത് കേട്ട് ലങ്കാനഗരം വിട്ട് നേരെ സമുദ്രതീരത്തേക്ക് വന്നു. രാവണ സഹജനായിരിക്കുന്ന തന്നെ ശ്രീരാമദേവൻ തെറ്റിദ്ധരിക്കുമോ എന്ന് സംശയിച്ച് ഒരുപാട് ദൂരെ നിന്നു വിഭീഷണൻ. രാവണന്റെ സഹോദരനാണ്, അപ്പം എന്നെ ശ്രീരാമചന്ദ്ര പ്രഭു തെറ്റിദ്ധരിക്കുമെന്ന് ഓർത്തിട്ട് വിഭീഷണൻ ഒരുപാട് ദൂരത്ത് മാറി നിന്നു. വിഭീഷണന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഹനുമാൻ സ്വാമി ശ്രീരാമദേവന്റെ തൃപ്പാദങ്ങൾ വന്ദിച്ചിട്ട് വിഭീഷണൻ എന്തിനാ വന്നതെന്നുള്ളത് ശ്രീരാമസ്വാമിയോട് പറഞ്ഞു. ആശ്രിത വത്സലനായിരിക്കുന്ന ആരാണെങ്കിലും ശരി, ഇൻഹേലർ ഇല്ല, അയ്യോ രക്ഷയില്ല, എന്തിൻ്റെ പൊടിയാടേത്, ഇറിറ്റേഷനാവുന്ന എനിക്ക്. കുഴപ്പമില്ല, പോട്ടെ. ആ ഡോറ് തുറന്നിട്ട് അപ്പുറത്തുള്ളൊരു മുസ്ലിംസ്, എനിക്കറിയാൻ പാടില്ല, ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാണ്. കുഴപ്പമില്ല, പോട്ടെ, ഭയങ്കര പൊടി. അപ്പോൾ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടില്ല ആര്? ശ്രീരാമചന്ദ്രപ്രഭു. ശ്രീരാമചന്ദ്രപ്രഭു എന്ത് ചെയ്ത് നേരെ വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആഞ്ജനേയ സ്വാമിയോട് പറഞ്ഞു. ശ്രീരാമദേവന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു, ശ്രീരാമദേവ, ലങ്കാപുരിയിൽ അധർമ്മം അതിൻ്റെ എന്താ പറയുക, ത്രിവേണിയമ്മ, ലങ്കാപുരിയിൽ അധർമ്മം അതിൻ്റെ മൂർധന്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ് ശ്രീരാമചന്ദ്രപ്രഭു. നീതി ധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലങ്കയിൽ സ്ഥാനമില്ല. സ്വത്തും സുഖവും ബന്ധുമിത്രാദികളെയും വെടിഞ്ഞു വന്നിരിക്കുന്ന അടിയനെ അവിടുത്തെ ദാസനായി അംഗീകരിക്കുവാൻ മനസ്സുണ്ടാകണം. വിഭീഷണൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ രഘുപതി, നമ്മുടെ ശ്രീരാമസ്വാമി, വിഭീഷണനെ സമുദ്രതീരത്തുള്ള ഒരു മണ്ണിൻ്റെ കുന്നിൻ്റെ മുകളിലിരുത്തി തൃക്കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസിൽ അനുഗ്രഹിച്ചു. സമുദ്രജലം കൊണ്ട് അഭിഷേകം ചെയ്തു. വിഭീഷണനെ അപ്പോ തന്നെ ശ്രീരാമസ്വാമി എന്തായി? ലങ്കാപതിയായി വാഴിച്ചു. ആ നിമിഷം അവിടെ വെച്ചിട്ട്. എന്നിട്ട് ശ്രീരാമസ്വാമി പറഞ്ഞു, വിഭീഷണ, അധർമ്മം അധികകാലം വാഴുകയില്ല. ധർമ്മിഷ്ഠനായ നീ ഇന്നു മുതൽ ലങ്കാധിപതിയാണ്. ദശരഥ മഹാരാജാവിന് പുത്രന്മാർ 4 പേരുണ്ടെങ്കിലും
പുണ്യം കൊണ്ട് ഗംഗാ നദിക്കരയിലെ ഗുഹനും കർമ്മം കൊണ്ട് കിഷ്കിന്ധ്യാപതിയായിരിക്കുന്ന സുഗ്രീവനും പുത്രന്മാരായി ജനിച്ചു. ഇപ്പോ മുതൽ ദശരഥ മഹാരാജാവിന്റെ 7ാമത്തെ പുത്രനായി നീയും വന്നിരിക്കുകയാണ്. 4 പേരാണ് എൻ്റെ അച്ഛന്, പക്ഷെ 6 പേരായിട്ടുണ്ട്. ഇപ്പൊ 7ാമത്തതായി നീയും, അതായത് സ്വന്തം സഹോദരനായി സ്വീകരിച്ചു എന്ന്. വിഭീഷണൻ ലങ്കാനഗരത്തിൽ നിന്ന് ശത്രുപാളയത്തിലേക്ക് ആശ്രയാർത്ഥം വന്നു എന്ന് മനസ്സിലാക്കിയ ആര്? രാവണൻ. അനന്തര നടപടികൾ വീക്ഷിക്കണം. രാവണൻ പറയണം, ഇനി അവന്റെ അടുത്ത പോക്കെന്താന്ന് നോക്കണം. രാക്ഷസൻ ചാരന്മാരെ ഏൽപ്പിച്ചു. വാനരന്മാരായി രൂപം മാറിയ ആര്? രാക്ഷസന്മാര്. എന്നിട്ട് ഈ രാവണൻ ഏൽപ്പിച്ച രാക്ഷസന്മാര് വാനരന്മാരായി മാറി. ചാരന്മാർ നേരെ സമുദ്രതീരത്ത് വന്ന് വാനരന്മാരുടെ കൂട്ടത്തിൽ കൂടി. പക്ഷേ ബുദ്ധിമാനായ ഹനുമാൻ എന്ത് ചെയ്തു? ആ വാനരന്മാരെ കണ്ടുപിടിച്ചു, പിടികൂടി. നല്ല മാക്കാച്ചിക്കൂത്ത് ഊത്തിന്ന് വേണം പറയാൻ. കരുത്തുറ്റ അടിയും ഇടിയും കൊടുത്ത് രാക്ഷസചാരന്മാരെ കൊണ്ട് സത്യം പറയിപ്പിച്ച് സുഗ്രീവൻ പറഞ്ഞതുപോലെ കാട്ടുവള്ളി എടുത്ത് അവരെയൊക്കെ കെട്ടിയിട്ടു. രാമനാമ ജപങ്ങളും ആർപ്പുവിളികളും കൊണ്ട് ഉത്സാഹഭരിതരായ വാനരവീരന്മാർ സേതുബന്ധനം പൂർത്തിയാക്കി. വലിയൊരു സേതുബന്ധനം അവിടെ പണി കഴിപ്പിച്ചു. നേരെ ലങ്കാപുരിയിലേക്ക് അവരെല്ലാവരും യാത്ര തിരിച്ചു. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് സങ്കടമാവും. കാണണോ ഇത്? ഈ പാട്ട് ഹനുമാൻ, നമ്മുടെ എന്താ പറയുക, സേതുബന്ധനത്തിൻ്റെ പാട്ട് കാണാൻ താല്പര്യമുള്ളവർ പറയും. ഞാൻ കാണിച്ചു കണ്ടാൽ നിങ്ങൾക്ക് സങ്കടമാവും, എന്നാലും ഞാൻ കാണിച്ചു. വെയിറ്റ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ ഫീല് കിട്ടിയോ? അങ്ങനെ ഹനുമാൻ സ്വാമിയും ശ്രീരാമചന്ദ്രനെയും അംഗദൻ ലക്ഷ്മണനെയും തങ്ങളുടെ തോളുകളിൽ വഹിച്ചുകൊണ്ട് രാമനാമ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് സുഗ്രീവനും ഒത്തിട്ട്
യാത്ര പുറപ്പെട്ടു. ഇപ്പൊ സമയത്രയായി? മതിയോ കഥ? 10:30 മൃതസഞ്ജീവിനിക്ക് വേണ്ടിയിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ വരവാണ് അടുത്തത്. പറയണോ വേണ്ടേ? അതും കൂടെ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കേൾക്കണോ? പ്ലീസ് കണ്ടിന്യൂ മാതാജി. കേൾക്കണം. എല്ലാവരും അപ്പം പോയിട്ട് ബെഡിൽ കിടക്കും. ഫോണും കൊണ്ട് നേരെ ബെഡിൽ അല്ലെങ്കിൽ സോഫയിൽ കിടക്കും. ലൈവ് എന്നെ നോക്കണ്ട. അത് കുഴപ്പമില്ല അമ്മ, കഴിക്കാം, നോ പ്രോബ്ലം. എന്നെ ലൈവിൽ നോക്കണ്ട. ഹെഡ്സെറ്റ് വെച്ചിട്ട് കഥ മാത്രം കേട്ടാൽ മതി. നിങ്ങൾ റെസ്റ്റ് എടുത്താലാണ് എനിക്ക് സന്തോഷം. കിടക്കൂ ബെഡിൽ. കിടന്നിട്ട് ഞാൻ കഥ പറഞ്ഞുതരാം, കേട്ടോളൂ. ഓക്കെ? നമുക്ക് ഏതെങ്കിലും ഏകാദശി വരുമ്പം ഉറക്കം നിൽക്കുന്ന ഏകാദശി വരുമ്പം നമുക്കിതുപോലെ നിറച്ചും കഥ പറയണം കേട്ടോ. ബെഡിൽ കിടന്നോളൂ, ഞാൻ പറഞ്ഞുതരാം. പാവം, നിങ്ങളൊക്കെ രാവിലെ മുതൽ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ മൃതസഞ്ജീവിനിക്ക് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി വരുന്നതാണ് അടുത്ത ഭാഗം. സുബേല പർവ്വതം എന്ന് പറയുന്നൊരു പർവ്വതമുണ്ട്. സുബേല പർവ്വതത്തിൻ്റെ അതിത്യാഗ പ്രദേശത്ത് സൂപ്പർ രമണ പ്രഭു ഇരിക്കുകയാണ്. ആര്? നമ്മുടെ ശ്രീരാമസ്വാമിയും സുഗ്രീവനും. അവരിരുന്നു കൊണ്ട് കുറേ യുദ്ധകാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം രാവണനൊരു അഹങ്കാരിയൊക്കെ ആണെങ്കിലും യുദ്ധം ഒഴിവാക്കാനുള്ള ഒരവസരം സുഗ്രീവനും ശ്രീരാമസ്വാമിയും പറയാണ്. ശ്രീരാമസ്വാമി പറയാണ്, രാവണൻ ഒരു അഹങ്കാരി തന്നെയാണ് സുഗ്രീവ. എങ്കിൽ കൂടിയും ഒരു യുദ്ധം നമുക്ക് ഒഴിവാക്കാം അല്ലേ? അതിനൊരു അവസരം നമുക്ക് അവന് കൊടുക്കണ്ടേ? ഇല്ല, ഞാൻ കഴിച്ചില്ല, കുറച്ചേയുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു ഇങ്ങനെ സുഗ്രീവനോട് പറഞ്ഞു, നമുക്ക് ആ യുദ്ധം അങ്ങ് ഒഴിവാക്കാം. ധിക്കാരിയായിരിക്കുന്ന ദശമുഖൻ അതിനൊന്നും വശപ്പെടില്ല. യുദ്ധാരംഭത്തിന് മുമ്പ് ചില ധർമ്മനീതികൾ അനുഷ്ഠിക്കണമെന്നും അവയിൽ ഏറ്റവും പ്രധാനമായത് ദൂത സന്ദേശവുമാണെന്നും ശ്രീരാമസ്വാമി സുഗ്രീവനോട് പറഞ്ഞു. യുദ്ധം തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് ചില കാര്യങ്ങൾ. ജയ് ശ്രീ രാധേ രാധേ പ്രഭു, ധന്വൻ പ്രണാമം. അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഒരു ദൂതനെ വിട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ അറിയിക്കണം. അവൻ ഒരിക്കലും അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമൊന്നുമില്ല. അവൻ ഭയങ്കര അഹങ്കാരിയാണെന്ന് ശ്രീരാമസ്വാമി ആരോട് പറഞ്ഞു? സുഗ്രീവനോട് പറഞ്ഞു. തൻ്റെ ബുദ്ധിഹീനത പുറത്തരുളണമെന്ന് ശ്രീരാമനോട് മാപ്പ് അപേക്ഷിച്ചു സുഗ്രീവൻ. ആരെ വേണമെങ്കിലും അങ്ങ് ദൂതനായിട്ട് വിട്ടോളൂ. അതനുസരിച്ച് എത്ര നേരം വൈകിയാലും ശരി, സീതാദേവിയെ തിരികെ ഏൽപ്പിക്കുമെങ്കിൽ, ഒരു ദൂതൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ അതിൻ്റെ മനസ്സ് മാറി നമ്മുടെ സീതാമാതാവിനെ നമുക്ക് തിരിച്ചു നൽകുമെങ്കിൽ യുദ്ധവും അതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് രാവണനെ ഉപദേശിക്കാൻ ബാലിയുടെ മകനായിരിക്കുന്ന അംഗദനെ രാജസദസ്സിലേക്ക് ശ്രീരാമൻ പറഞ്ഞയച്ചു. ബാലിയുടെ മകനായിരിക്കുന്ന അംഗദനെയാണ് രാവണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് ശ്രീരാമസ്വാമി. പക്ഷെ അംഗദൻ്റെ ദൂത് വിജയിച്ചില്ല. അംഗദൻ പോയി കാര്യം പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അഹങ്കാരിയായിരിക്കുന്ന ലങ്കേഷൻ അവൻ്റെ നാശകാലം നിശ്ചയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ യുദ്ധത്തിൽ നിന്നൊന്നും പിന്മാറില്ല, സീതയോട്ട് ഞാൻ തിരിച്ചു കൊടുക്കൂല്ല. എന്തായാലും അവൻ്റെ നാശം അവൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിസാരമർത്യനായിരിക്കുന്ന രാമനുമായി യാതൊരു വിട്ടുവീഴ്ചകൾക്കും നാം തയ്യാറല്ല എന്ന് അവനെ അറിയിച്ചു കൊള്ളുക. നിസാരമർത്യൻ എന്നാണ് പറയുന്നത്. വെറും കേവലം ഒരു മനുഷ്യപ്പുഴു. അങ്ങനെയുള്ള രാമനോട് യുദ്ധം ചെയ്യാതിരിക്കാൻ ഞാൻ അത്ര വിഡ്ഢിയൊന്നല്ല, ഞാൻ യുദ്ധം ചെയ്യും. അത് രാമനോട് പോയി പറയൂ എന്നാണ് രാവണൻ തിരിച്ചു പറഞ്ഞത്. ജയാപജയങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും രാമനല്ല, ജയവും പരാജയം തീരുമാനിക്കുന്ന രാമനല്ല, രാവണനാണ്. എല്ലാ പോംവഴികളും നഷ്ടപ്പെട്ടപ്പോൾ സമാധാനപ്രിയനാണ് ശ്രീരാമചന്ദ്ര പ്രഭു. എന്തായാലും നമ്മൾ കുറേ ശ്രമിച്ചു, ഇനി നടപടിയില്ല. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്തും നമ്മുടെ സാക്ഷാൽ കൃഷ്ണൻ ഇതുപോലെ തന്നെ പല വഴികളും നോക്കിയിട്ടുണ്ടായിരുന്നു കൗരവന്മാരുമായിട്ട്. നടക്കാതെ വന്നപ്പോഴാണ് യുദ്ധം നടത്തിയത് അല്ലേ? അപ്പം അതേപോലെ ശ്രീരാമസ്വാമിയും രാവണനുമായിട്ട് പലതരത്തിലുള്ള ഒരു സമാധാന ഉടമ്പടി സംസാരിക്കാൻ ചെന്നിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത്. ലങ്കാപുരിയുടെ 4 ഗോപുര കവാടങ്ങളും ശക്തമായി വാനരസേനയെ അണിനിരത്തിക്കൊണ്ട് ശ്രീരാമചന്ദ്രദേവൻ എന്ത് ചെയ്ത്, ദക്ഷിണ ഗോപുരത്തിൽ സേനാനായകനായിരിക്കുന്ന അംഗദനെയും, പൂർവ്വ ഗോപുരത്തിൽ വാനര പ്രധാനിയായിരിക്കുന്ന നീലനെയും, പശ്ചിമ ഗോപുരത്തിൽ വാദാത്മജനായിരിക്കുന്ന ഹനുമാനെയും,
സർവ്വ സൈന്യാധിപന്മാരായിട്ട് ശ്രീരാമസ്വാമി അങ്ങ് നിയോഗിച്ചു. ഉത്തര ഗോപുര കവാടത്തിലെ നേതൃത്വം രാമൻ തന്നെ ഏറ്റെടുത്തു. വിഭീഷണൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ മുതലായ ധീരന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ രാമൻ്റെ പിന്നിലും പാർശ്വങ്ങളിലുമായിട്ട് യഥാരീതിയിൽ നിന്നു. പിന്നിലും സൈഡിലുമൊക്കെ ഇവരെല്ലാവരും നിന്നു. വാനരപ്പടകൾ ലങ്കാനഗര ഗോപുരങ്ങളെ അങ്ങ് വളഞ്ഞു. വാനരന്മാർ, രാക്ഷസ ചാരന്മാർ മുഖേന രാവണൻ ഇതെല്ലാം മനസ്സിലാക്കി സൈന്യബലം, രാമൻ്റെ സൈന്യബലം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് രാവണൻ എല്ലാവരോടും പറഞ്ഞു. ഉത്തരഭാഗത്തെ മണിമണ്ഡപത്തിൻ്റെ ഉത്തുംഗ മട്ടുപ്പാവിൽ ചില സവിജന്മാരും സേനാധിപന്മാരും നിന്നു. എല്ലാവരും വന്ന് മട്ടുപ്പാവിൽ നിന്നിട്ട് വാനരന്മാരെയും സൈന്യബലവും ഒക്കെ ഒന്ന് വീക്ഷിച്ചു. രാമലക്ഷ്മണന്മാരെയും വിഭീഷണനെയും എല്ലാം ഒന്ന് നോക്കി. രാവണൻ്റെ അഴകിയ വേഷവും അഹങ്കാരവും കണ്ട് ദേഷ്യം വന്ന സുഗ്രീവൻ എന്ത് ചെയ്തു? ഒറ്റ ചാട്ടത്തിന് പോയിട്ട് ശിരസിൽ ഒരൊറ്റ അടിയടിച്ച് 10 കിരീടങ്ങളും അങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു. കാരണം 10 തലയുണ്ട് അയാൾക്ക്. സുഗ്രീവൻ അവന് ദേഷ്യം വന്നു രാവണനെ കണ്ടപ്പോഴേക്കും. ഒരൊറ്റ ചാട്ടത്തിന് ആ 10 കിരീടം അങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു. ഓരോ ശിരസിലേക്കും ചാടി 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 സുഗ്രീവൻ രസിക്കുകയാണ്. ഒരു തലയിൽ മറ്റേ തലയിൽ മറ്റേ തലയിൽ. രാവണൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും 10 തലയിലും ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി വന്ന ഒരടിയായിരുന്നു രാവണൻ. അത് ഞെട്ടിപ്പോയി രാവണൻ. ഉടനെ രാവണൻ എന്ത് ചെയ്തു? രാവണന്റെ വാളിന്റെ പേരെന്താണെന്നറിയാമോ? ചന്ദ്രഹാസം. രാവണൻ ഉറയിൽ നിന്ന് ചന്ദ്രഹാസം ഇങ്ങ് ഊരിയെടുത്ത് അടുത്ത നേരം തന്നെ മിന്നൽ എന്ന പോലെ ചാടിപ്പോയി ആര്? സുഗ്രീവൻ. ചന്ദ്രഹാസം രാവണൻ ഊരിയതും സുഗ്രീവൻ ഒരൊറ്റ ചാട്ടത്തിന് രാമന്റെ അടുത്ത് പോയി നിന്ന് ഭവ്യതയോടുകൂടി ഇങ്ങനെ നിന്ന്. ദേഷ്യം വന്ന രാവണൻ ധിക്കാരിയായ വാനരന്മാരെ ആക്രമിച്ച് കൊലപ്പെടുത്തി കളയാൻ ആരോട് പറഞ്ഞു? രാക്ഷസന്മാരോട് പറഞ്ഞു, ഈ വാനരന്മാരെയൊക്കെ അങ്ങ് ആക്രമിച്ച് അങ്ങ് കൊലപ്പെടുത്തു എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങി. കപിവീരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ഏറ്റുമുട്ടി അത്യുഗ്രമായൊരു യുദ്ധം നടക്കുകയാണ്. വാനര വീരന്മാരുടെ ആക്രമണത്തിൽ അനേകായിരം രാക്ഷസന്മാരങ്ങ് മരിച്ചു. തൻ്റെ സഹജനായിരിക്കുന്ന കുംഭകർണനും ചിത്രാംഗ എന്ന ഗന്ധർവ കന്യകയിൽ ജനിച്ച അതികായൻ എന്ന തൻ്റെ വീരപുത്രനും മരിച്ചു. കുംഭകർണനും മരിച്ചു, അതുപോലെ തന്നെ ചിത്രാംഗ എന്ന ഗന്ധർവ കന്യകയിൽ അതികായൻ എന്ന് പറയുന്നൊരു മകനുണ്ടായിരുന്നു. ആ മകനും മരിച്ചു. രാവണന് വിഷമായി. പലരും പോയി രാവണനെ സമാധാനിപ്പിച്ച് നിന്നു. ഇന്ദ്രജിത്ത് പോയിട്ട് അച്ഛനോട് പറഞ്ഞു, രാവണനോട് പറഞ്ഞു, വിഷമിക്കരുത്, ഞാൻ യുദ്ധത്തിന് പോവാന്ന് പറഞ്ഞു. ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നു. ലക്ഷ്മണന്റെ നേരെ മേഘനാഥൻ നാരായണ അസ്ത്രം കൊണ്ടുപോയിട്ടു. സപ്താക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ശ്രീരാമ നാരായണാസ്ത്രം കയ്യിൽ വാങ്ങി ലക്ഷ്മണൻ എന്ത് ചെയ്തു? മേഘനാഥനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുറേ ദിവ്യാസ്ത്രങ്ങൾ അങ്ങ് പ്രയോഗിച്ചു. അവൻ്റെ രഥവും ചാപവും എല്ലാം പോയി. അസ്ത്രപ്രയോഗം കൊണ്ട് ലക്ഷ്മണനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഇന്ദ്രജിന് മനസ്സിലായി. ഇന്ദ്രജിത്ത് മായാ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഇന്ദ്രജിത്ത് അങ്ങ് മാറിക്കളഞ്ഞു. ഇനി മായയായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനര വീരന്മാരെയും എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് മേഘനാഥൻ ബ്രഹ്മാസ്ത്രം തൊടുത്തു വിടുകയാണ്. അതിഭയങ്കരമായ മാരകമായ ശക്തിയിൽ ലക്ഷ്മണനും എന്ത് ചെയ്ത്? മർക്കട വൃന്ദവും ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ്. യുദ്ധക്കളം നിശ്ചലമായി നിശബ്ദമായി. ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ തടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ലോകനാശത്തിന് അത് കാരണമാവുമെന്ന് രാമൻ അറിയാമായിരുന്നു. രാമൻ എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രത്തെ മാനിച്ച് കൈ തൊഴുതു നിലത്തങ്ങ് വീണു. മരണപ്പെട്ട എല്ലാവരെയും അടുത്ത പ്രഭാതത്തിൽ സമുദ്രത്തിൽ വലിച്ചെറിയണമെന്ന് ആര് പറഞ്ഞു? രാവണൻ പറഞ്ഞു. തൻ്റെ മകൻ്റെ ഇന്ദ്രജിത്തിൻ്റെ ആ ഒരു അത്ഭുതമായ ശക്തിയിൽ വികാരം കൊള്ളുകയാണ് നമ്മുടെ രാവണൻ. മേഘനാഥനെ കെട്ടിപ്പിടിച്ച് വിജയം അങ്ങ് പ്രഖ്യാപിച്ചു. യുദ്ധക്കളത്തിലേക്ക് വന്ന വിഭീഷണൻ ആ കാഴ്ച കണ്ട് എല്ലാവരും മരിച്ചു കിടക്കുന്നു, ശ്രീരാമചന്ദ്ര പ്രഭു അടക്കം നിലത്ത് കിടക്കുന്നുണ്ട്. വിഭീഷണൻ ആകെ കരയാൻ തുടങ്ങി. ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനര വീരന്മാരെല്ലാം അനങ്ങാതെ കിടക്കുകയാണ് ബോധമറ്റിട്ട്. തന്നെ കൂടാതെ, അതായത് വിഭീഷണനല്ലാതെ വേറെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് വിഭീഷണൻ നോക്കുന്നത്. യുദ്ധക്കളത്തിലേക്ക് നടന്ന വിഭീഷണൻ ജാംബവാനെ കണ്ടു. വിരിഞ്ചപുത്രനായതുകൊണ്ട് ജാംബവാന്റെ ബോധം പോയില്ല. രണ്ടുപേരും കൂടി ആലോചിച്ചു. മൃതസഞ്ജീവിനി കൊണ്ടുവന്നാൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് തീരുമാനിച്ചു.
ഭൂമിയിൽ 4 സിദ്ധ ഔഷധങ്ങളുണ്ട്. നോട്ട് ചെയ്ത് വെക്കണേ. ഭൂമിയിൽ 4 സിദ്ധ ഔഷധങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ശല്യകരണി, വിശല്യകരണി, സന്ധാനകരണി, മൃതസഞ്ജീവിനി. നമ്മൾ മൃതസഞ്ജീവിനി മാത്രമല്ലേ കേട്ടത്? എന്തായാലും ശല്യകരണി, വിശല്യകരണി, സന്ധാനകരണി, മൃതസഞ്ജീവിനി, ഇങ്ങനെ 4 വിശിഷ്ടമായ സംഭവങ്ങളുണ്ട്. സിദ്ധ ഔഷധങ്ങളാണത്. മോഹിച്ച് കിടക്കുന്നവരെ അതായത് മോഹിച്ചിങ്ങനെ കിടക്കുന്ന ആൾക്കാരെ ജീവിപ്പിക്കാൻ, ബോധം പോയിട്ടൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്ന ആൾക്കാരെ ജീവിപ്പിക്കാനാണ് മൃതസഞ്ജീവിനി. ഹിമാലയ പർവ്വതത്തിനും കൈലാസാദ്രിക്കും വടക്ക് മഹാമേരു പർവ്വതത്തിൽ ഋഷഭാദ്രി എന്ന് പേരുള്ള ഗിരിശൃംഗത്തിൽ മലയുടെ മുകളിൽ നടുക്കായിട്ടാണ് മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഔഷധ ചെടി ഉള്ളത്. എവിടെയായിരിക്കുന്നത്? ഹിമാലയ പർവ്വതത്തിനും കൈലാസാദ്രിക്കും വടക്ക് മഹാമേരു പർവ്വതത്തിൽ ഋഷഭാദ്രി എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അതിൻ്റെ നടുക്കാണ് മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഔഷധ ചെടിയുള്ളത്. സൂര്യപ്രകാശം എന്നതുപോലെ പ്രഭ ചൊരിയുന്ന ആ ഔഷധ ചെടികൾ കണ്ടുപിടിച്ച് ആരാണ് ഈ യുദ്ധക്കളത്തിൽ കൊണ്ടുവരിക? ആരെ കൊണ്ട് പറ്റും കൊണ്ടുവരാൻ? ജാമ്പവാനും വിഭീഷണും ഇരുന്നിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ആ സാഹസകാര്യം ചെയ്യാൻ കഴിവും കായിക ശേഷിയും ഒരാൾക്കേ ഉള്ളൂ, ഹനുമാന്. വേറെ ആർക്കും ഇല്ല. യുദ്ധക്കളത്തിൽ മുഴുവൻ തെരഞ്ഞു നടക്കുകയാണ് അവരെന്ത് ചെയ്ത്? മയക്കമുണർന്ന് പരിസരം മുഴുവൻ നോക്കി ദുഃഖിച്ചിരിക്കുക നമ്മുടെ ഹനുമാൻ സ്വാമി. എല്ലാവരും മയങ്ങിപ്പോയി. ഹനുമാന്റെ അടുത്ത് പോയിട്ട് ജാമ്പവാൻ അങ്ങ് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, പ്രപഞ്ചനാപുത്ര, ശ്രീരാമലക്ഷ്മണന്മാരും വാനര വീരന്മാരും അത്യാപത്തിൽപ്പെട്ട് ബോധരഹിതമായി കിടക്കുകയാണ്. അവരെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ഹനുമാനെ. നീ ഉടനെ പുറപ്പെട്ട് ഋഷഭാദ്രിയിൽ പോയിട്ട് മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഔഷധ ചെടി കൊണ്ടുവരണം. വായു വേഗതയും ശിവശക്തിയും, ജയ് ശ്രീ രാധേ രാധേ പ്രഭു, ശിവശക്തിയും ശ്രീരാമഭക്തിയുമുള്ള നിനക്ക് മാത്രമേ ഈ സാഹസം ചെയ്യാൻ കഴിയൂ. നേരം വെളുത്താൽ മൃതദേഹങ്ങളെല്ലാം കൊണ്ടുപോയി രാവണൻ കടലിലെറിയും. ഈ ഒരു രാത്രി കൊണ്ട് നീ അവിടെ ചെന്ന് ആ മൃതസഞ്ജീവിനി കൊണ്ടുവരണം. ധീരനായിരിക്കുന്ന നിന്റെ സമയത്തോട് സമയം പിടിച്ചുള്ള ആ ഒരു പ്രവർത്തനമാണ് ലോകരക്ഷയ്ക്കായിട്ട് യുദ്ധം ചെയ്യുന്നവരെ എല്ലാം ജീവിപ്പിക്കാൻ പോകുന്നത്. സമയം കളയാൻ പാടില്ല ഹനുമാനെ, നീ എത്രയും വേഗം പുറപ്പെടൂ എന്ന് പറഞ്ഞു. ബ്രഹ്മപുത്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു മാരുതപുത്രൻ ശ്രീരാമനാമ മന്ത്രമുരുവിട്ടുകൊണ്ട് പേടിയില്ലാതെ ഭീമകായനായിട്ടങ്ങ് വളർന്ന് ഭൂമിയിൽ അങ്ങ് ഊക്കോടെ ഒരു ചവിട്ടങ്ങ് ചവിട്ടി. ഭയങ്കരമായിട്ട് ഹനുമാൻ സ്വാമി അങ്ങ് വളർന്ന് ഭൂമിയിൽ ഒരു ചവിട്ടി കുതിച്ചങ്ങ് ആകാശത്തേക്ക് അങ്ങ് പറന്ന് വായുവിലൂടെ ഉത്തര ദിക്കിലേക്ക് പറക്കാൻ തുടങ്ങി. മൃതസഞ്ജീവിനി കൊണ്ടുവരാനായിട്ട് ഹനുമാൻ സ്വാമി പുറപ്പെട്ടു. മൃതസഞ്ജീവിനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി പുറപ്പെട്ട വിവരം രാത്രിയിൽ തന്നെ രാക്ഷസവീരന്മാർ രാവണനോട് പോയി പറഞ്ഞു. വൈകിയില്ല. ഉടൻ തന്നെ തൻ്റെ സുഹൃത്തും മായാജാലങ്ങളിൽ നല്ല കെങ്കേമനുമായിരിക്കുന്ന ഒരാളുണ്ട്, കാലനേമി. കാലനേമിനെ സമീപിച്ച് മൃതസഞ്ജീവിനി തേടിപ്പോകുന്ന ഹനുമാനെ എത്രയും പെട്ടെന്ന് ആ വഴി തടസ്സപ്പെടുത്തണമെന്ന് രാവണൻ പറഞ്ഞു. കാലനേമീനെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്താം, മൃതസഞ്ജീവിനി തേടിപ്പോകുന്ന ഹനുമാനെ എത്രയും പെട്ടെന്ന് വഴിയിൽ തടയണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ കാലനേമി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മായാശക്തിയോടുകൂടി എത്തിയിട്ട് ഒരു യോഗീശ്വരൻ്റെ വേഷത്തിൽ കൃത്രിമമായിരിക്കുന്ന ഒരു പർണശാലയൊക്കെ ഉണ്ടാക്കി ചില ശിഷ്യന്മാരെയൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഹനുമാൻ വരുന്നത് നോക്കിക്കൊണ്ട് കാലനേമി. ലങ്കയിൽ നിന്ന് ചാടിയ ആഞ്ജനേയ സ്വാമി മാർഗതടസ്സങ്ങൾ മാറാൻ വേണ്ടി ശിവപൂജ തർപ്പണം ചെയ്ത് നടത്തി മഹേന്ദ്രഗിരിയിൽ വന്നിറങ്ങി. അവിടെ ശിഷ്യന്മാരുടെ കൂടെ ഒരു മഹാതാപസൻ എന്ത് ചെയ്തു? മഹാതാപസൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി നോക്കുമ്പോൾ അവിടെ കുറേ ശിഷ്യന്മാരുമായിട്ട് മഹാതാപസൻ ഇങ്ങനെ പർണശാലയിൽ ഇരിക്കുകയാണ്. തനിക്ക് മാർഗഭ്രമം സംഭവിച്ചോ? എൻ്റെ വഴി തടസ്സപ്പെട്ടോ? ആര് ചിന്തിച്ചു?
ഹനുമാൻ സ്വാമി ചിന്തിച്ചു. എന്തായാലും ആരാണ് ഈ മഹർഷി ശ്രേഷ്ഠൻ എന്നൊന്ന് ചോദിക്കാമെന്ന് ഹനുമാൻ സ്വാമി ആലോചിച്ചു. പർണശാലയ്ക്ക് ഉള്ളിലേക്ക് ഹനുമാൻ സ്വാമി എത്തി നോക്കി. നെയ്വിളക്കുകളുടെ ആ ഒരു വെളിച്ചം, അതിലൊരു ദിവ്യ താപസൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ദിവ്യ താപസൻ, ഒരു മഹർഷി ഇരിക്കുകയാണ്. ദിവ്യനെ കണ്ട ഹനുമാൻ സ്വാമി കൈകൾ കൂപ്പിയിട്ട് വന്ദിച്ചു. ഹനുമാനെ കണ്ടപ്പോൾ ദിവ്യ താമസൻ പറഞ്ഞു, വായുപുത്ര, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ശ്രീരാമകാര്യാർത്ഥം പാട്ടിട്ടോ നോക്കാം. ശ്രീരാമകാര്യാർത്ഥം മൃതസഞ്ജീവിനിക്കായി യാത്ര തിരിച്ചിരിക്കുന്ന നീ വിജയിക്കുന്നതാണ്. നിന്റെ ഉദ്ദിഷ്ട കാര്യം എത്രയും വേഗം നടക്കും. നാം ഒരു മൂലമന്ത്രം നിനക്ക് പറഞ്ഞു തരാം. വേഗം ചെന്ന് തടാകത്തിൽ പോയി കുളിച്ചിട്ട് ശരീരശുദ്ധി വരുത്തിയിട്ട് വാന്ന് പറഞ്ഞു. സരസ് കാണിച്ചു കൊടുക്കുന്നതിന് തൻ്റെ ഒരു ശിഷ്യനെയും ഹനുമാൻ്റെ കൂടെ, അതായത് പോയി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഹനുമാൻ്റെ കൂടെ ഈ താപസൻ, ഈ മഹർഷി പറഞ്ഞു വിട്ടു. മുനി എന്ത് ചെയ്തു? ശിഷ്യനുമൊത്ത് കൂരിരുട്ടിൽ മുനി ശിഷ്യൻ്റെ കൂടെ, അതായത് മുനിയുടെ ശിഷ്യൻ്റെ കൂടെ കൂരിരുട്ടിൽ പൊയ്ക്കരയിലെത്തി. ആ പുഴയുടെ തീരത്തെത്തിയ മാരുതി പടവുകൾ ചവിട്ടി, അതായത് സ്റ്റെപ്പുകൾ ചവിട്ടി നേരെ തടാകത്തിലേക്ക് ഇറങ്ങി. കൈക്കുമ്പിളിൽ ജലമെടുത്ത് മുഖത്തോടടുപ്പിച്ച് ആഞ്ജനേയ സ്വാമി ഇങ്ങനെ മുഖത്തോടടുപ്പിച്ച് നിൽപ്പോൾ ഭയങ്കര ഒരു ശബ്ദം കേട്ടു. ധൈര്യം സംഭരിച്ചുകൊണ്ട് രാമമന്ത്രങ്ങൾ അങ്ങ് ജപിച്ചു. തൻ്റെ പാദത്തിൽ ഭീകരമായിരിക്കുന്ന, അപ്പം ഹനുമാൻ സ്വാമിയുടെ കാലിൽ എന്തോ ഭീകരമായിരിക്കുന്നൊരു ജീവി കടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സ്വാമി പെട്ടെന്ന് അങ്ങ് വെള്ളത്തിൽ നിന്ന് കാല് പൊക്കിയെടുത്തു. പക്ഷെ കാലെടുക്കാൻ പറ്റുന്നില്ല. പിടികൂടിയിരിക്കുന്ന ശത്രു അത് ഭയങ്കരനാണെന്ന് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. ഹനുമാൻ സ്വാമി കാലിട്ടിട്ടിട്ട് ഇങ്ങനെ അടിച്ച് പൊക്കിയെടുക്കാൻ നോക്കി, നടക്കുന്നില്ല. ആ പിടിവലിക്കിടയിൽ കാലിൽ പിടികൂടിയിരിക്കുന്ന കൂറ്റൻ മുതല എന്ത് ചെയ്തൊരു മുതലയാണ് കടിച്ചത്. ഹനുമാനെ അങ്ങ് വലിച്ചങ്ങ് ആ പുഴയിലേക്ക് ഇട്ടു. ദേഷ്യം വന്ന മാരുതി ഹനുമാൻ എന്ത് ചെയ്തു? ഊക്കോടെ ഒരൊറ്റ കുത്തൂത്തി. അടി കിട്ടിയ മുതല ഒന്ന് പൊളഞ്ഞു. പക്ഷേ വായുപുത്രനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് വായും പിളർന്നുകൊണ്ട് അങ്ങ് മുതല പാഞ്ഞു വരികയാണ്. തൻ്റെ സമയം കളയാത്ത പാഴാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ മാരുതി എന്ത് ചെയ്ത്? ശക്തിയോടെ പിടിച്ചിട്ട് അവനെ വീണ്ടും അടിച്ചു. പിടിച്ചങ്ങ് അങ്ങോട്ട് പിളർന്നു കളഞ്ഞു മുതലയുടെ. എന്നിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഉടനെ ആ ദിവ്യ ജ്യോതിസ് ആ മുതലയിൽ നിന്നുയർന്ന് നല്ല സുന്ദര സുര തരുണിയായി ഭവിച്ചു. ഉടനെ ആ മുതല നിന്ന സ്ഥാനത്ത് ഒരു ദിവ്യ ജ്യോതിസ് ഇങ്ങനെ അതിൽ നിന്ന് ആ ജ്യോതിസ് വന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള സ്ത്രീയായി മാറി. പുണ്യാത്മാവേ, അങ്ങയ്ക്ക് ഈ ഉള്ളവളുടെ നമസ്കാരം. മുനിശാപം കൊണ്ട് ജലപിശാചായി തീർന്ന ഒരു അപ്സര കന്യകയാണ് ഞാൻ. വാദാത്മജൻ്റെ കരങ്ങൾ കൊണ്ട് ശാപമോചനം സിദ്ധിക്കുമെന്ന മുനിവചനം യാഥാർത്ഥ്യമായി ഭവിച്ചിരിക്കുന്നു. അങ്ങ് ഗിരിശൃംഗത്തിൽ ദർശിച്ച താപസൻ രാവണ രാക്ഷസന്റെ അനുചരനായിരിക്കുന്ന കാലനേമിയാണ്. അങ്ങയുടെ യാത്രയ്ക്ക് വിഘ്നം വരുത്തുവാനും അങ്ങയെ അപകടപ്പെടുത്തുവാനും വേണ്ടി രാവണ കൽപ്പനയനുസരിച്ച് വന്നിരിക്കുന്ന ആ മായാ രാക്ഷസൻ അല്പം മുൻപ് മാത്രമാണ് ഇവിടേക്ക് ആഗതനായിരിക്കുന്നത്. സൂക്ഷിക്കുക, അങ്ങയ്ക്ക് വിജയം ഭവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്സര കന്യക പോയി. മഹർഷി എന്ത് ചെയ്തു? മഹർഷിയുടെ ആ ശിഷ്യൻ്റെ കൂടെയാണല്ലോ ഹനുമാൻ സ്വാമി വന്നത്. ഒന്നും അറിയാത്ത ഭാവത്തിൽ തിരിച്ച് ആശ്രമത്തിൽ ചെന്നു. വരൂ പുത്ര, മൂലമന്ത്രം ഉപദേശിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഹനുമാനെ വിളിക്കുകയാണ് മഹർഷി. മുനിപാദങ്ങൾ, അതായത് ഈ മഹർഷിയുടെ പാദങ്ങൾ ഇങ്ങനെ നമസ്കരിക്കാം എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് കുമ്പിട്ടുകൊണ്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? മുനി കാലനേമിയാണല്ലോ, അവൻ്റെ പാദങ്ങൾ നമസ്കരിക്കുക എന്നുള്ള ഭാവത്തിൽ കുമ്പിട്ടുകൊണ്ട് ഹനുമാൻ സ്വാമി കത്തുന്ന വിളക്കിങ്ങോട്ട് കയ്യിലെടുത്തിട്ട് അവൻ്റെ തലക്കിട്ട് ഒരൊറ്റ അടി അടിച്ചു. ആ മുനിയുടെ കാലനേമിയാണല്ലോ. വേദന കൊണ്ട് നിലവിളി കൂട്ടിയ കാലനേമിയെ മുഷ്ടി ചുരിച്ച് ഒരടി പിന്നെയും കൊടുത്തു. അടിച്ചു കൊന്നിട്ട് കാലപുരിക്ക് അങ്ങോട്ട് വിട്ടു. മഹേന്ദ്രഗിരിയിൽ നിന്ന് അഞ്ജനാനന്ദനൻ, അതായത് ഹനുമാൻ സ്വാമി, ഋഷഭാദ്രി ശൃംഗത്തിലേക്ക് കുതിച്ച് ചാടി. ഔഷധ സഞ്ചയങ്ങൾ നിൽക്കുന്നത് കണ്ട്, അങ്ങനെ ഔഷധക്കൂട്ടുകളെല്ലാം നിൽക്കുന്നത് കണ്ട് ആഞ്ജനേയ സ്വാമി ആ മലയിലിറങ്ങി. ജാംബവാൻ പറഞ്ഞതുപോലെ മൃതസഞ്ജീവിനി തിരിച്ചറിയാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചില്ല. നിരാശ തോന്നി ഹനുമാൻ സ്വാമിക്ക്, ദേഷ്യവും തോന്നി. നേരെ ഋഷാഭദ്രി ശൃംഗത്തെ അപ്പാടെ അങ്ങോട്ട് എടുത്ത് ഇളക്കിയെടുത്ത ആ മല, ഇവിടെ എവിടെയാണ് ഈ ഇതുള്ളത്, മൃതസഞ്ജീവിനി ഉള്ളത്? ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാവുന്നില്ല.
ഇനി ചോദിച്ച് മനസ്സിലാക്കി കണ്ടെത്താനുള്ള നേരമില്ല. ഹനുമാൻ സ്വാമി ഒന്നും നോക്കില്ല, ആ മല തന്നെ അങ്ങോട്ട് ഇളക്കിയെടുത്ത് ഒരു പന്ത് പോലെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലങ്കാ നഗരത്തിലേക്ക് ലക്ഷ്യമാക്കി അങ്ങ് ചാടി. അർദ്ധരാത്രിയോടുകൂടി ആ മലയും മൃതസഞ്ജീവിനുള്ള മലയും വഹിച്ചുകൊണ്ട് ലങ്കയിലേക്ക് എത്തിയ ആര്? നമ്മുടെ ഹനുമാൻ സ്വാമി. എത്ര നോക്കിയിട്ടും മൃതസഞ്ജീവിനി മനസ്സിലാക്കാൻ നമ്മുടെ ഹനുമാൻ സ്വാമിക്കും കഴിയണില്ല, വിഭീഷണനും കഴിയുന്നില്ല. രാത്രി ആയതുകൊണ്ട് വൃദ്ധനായ ജാമ്പവാനും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാഴ്ച കുറവല്ലേ? എത്ര രാക്ഷസന്മാർ യുദ്ധക്കളത്തിൽ വീണ് മരിച്ചു വീഴുന്നുണ്ടോ എന്നുള്ള സത്യം പോലും മനസ്സിലാക്കാതിരിക്കാൻ അവരെന്ത് ചെയ്ത് മൃതദേഹങ്ങൾ സമുദ്രജലത്തിൽ ഇങ്ങനെ എറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനര വീരന്മാരെയും മാത്രമേ യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. മൃതസഞ്ജീവിനി ഗിരിശൃംഗവും വഹിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി ഓട്ടപ്രദക്ഷിണം തുടങ്ങി. മൃതസഞ്ജീവിനിയിൽ തട്ടിപ്പറന്ന ഇളം കാറ്റേറ്റിട്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ഇത് ഏതാ മൃതസഞ്ജീവിനി എന്നറിയാതെ പാവം ആ ഇതും എടുത്തുകൊണ്ട് മലയെടുത്തുകൊണ്ട് ഓട്ടപ്രദക്ഷിണം തുടങ്ങി. അപ്പം അതിലിങ്ങനെ കാറ്റ് വന്നേറ്റപ്പോൾ ആ കാറ്റ് കൊണ്ടപ്പം ശ്രീരാമ ലക്ഷ്മണന്മാർക്കെല്ലാം ബോധം വന്നു. വാനര വീരന്മാരെല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റു. വായു തനയൻ ദശാരഥിയുടെ കഴലിണകളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഭക്തോത്തമനായിരിക്കുന്ന ഹനുമാനെ വാരിയെടുത്ത് ശ്രീരാമചന്ദ്രപ്രഭു അങ്ങ് മാറോടണച്ചു. നീ എടുക്കുന്ന ത്യാഗം വളരെ വലുതാണെന്നും പറഞ്ഞിട്ട്, ആഞ്ജനേയ നീ ഇല്ലെങ്കിൽ രാമനില്ല, ആഞ്ജനേയ സീതയില്ല, ലക്ഷ്മണനില്ല, രാമായണ കാര്യവുമില്ല ആഞ്ജനേയ. ചിരഞ്ജീവിയായ നിനക്ക് വീണ്ടും ചിരഞ്ജീവിതത്വം സിദ്ധിക്കുമാറാകട്ടെ. ഉപദേഷ്ടാവായി വിളങ്ങിയ ജാമ്പവാൻ സർവശ്രേഷ്ഠനാണ്. ദ്വാപരയുഗത്തിൽ ശ്രീ മഹാവിഷ്ണു ജാമ്പവാന് ജാമാതാവായി ഭവിക്കുന്നതാണ് എന്നും ശ്രീരാമസ്വാമി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആഞ്ജനേയ നീ ഇല്ലെങ്കിൽ രാമനില്ല, സീതയില്ല, ലക്ഷ്മണനില്ല, രാമായണ കാര്യവുമില്ല ആഞ്ജനേയ. ചിരഞ്ജീവിയായ നിനക്ക് ചിരജീവിതത്വം കൂടി ഭവിക്കട്ടെ. അയ്യോ ശ്രീകണ്ഠൻ പ്രഭു, ഹരേ കൃഷ്ണ. എൻ്റെയും ഗുരുവായൂർ മജ്‌ലിസിൻ്റെയും 1000 പിറന്നാൾ ആശംസകൾ. അങ്ങേക്ക് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ജയ് സീതാറാം. ഇന്ന് അദ്ദേഹത്തിനെയും കൂടെ പിറന്നാളാണ്. അങ്ങനെ ഉപദേഷ്ടാവായി നിന്ന നമ്മുടെ ജാമ്പവാൻ സർവശ്രേഷ്ഠനാണെന്നും കൂടി പറഞ്ഞു. ദ്വാപരയുഗത്തിൽ ശ്രീ മഹാവിഷ്ണു ജാമ്പവാന് ജാമാതാവായി മാറെന്നും പറഞ്ഞു. അങ്ങനെയാണല്ലോ ജാമ്പവതിയെ കല്യാണം കഴിക്കുന്നത്. ജാമ്പവാന്റെ ഗുഹയിൽ വെച്ചിട്ട് സ്യമന്തകം എടുത്തിട്ട് ജാമ്പവാനും കൃഷ്ണനും കൂടി യുദ്ധം ചെയ്യാൻ വന്നിട്ട് ജാമ്പവതിയെ വിവാഹം ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ജാമാതാവായില്ലേ, അമ്മായിയച്ഛനായില്ലേ. ആവശ്യം കഴിഞ്ഞ ഉടനെ ഋഷഭഗിരി ശൃംഗം യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കാൻ ഹനുമാൻ സ്വാമി പറഞ്ഞു. ഹനുമാൻ സ്വാമി കൊണ്ടുവച്ചു. ആവശ്യം കഴിഞ്ഞല്ലോ. വാനര വീരന്മാർ ദേഷ്യത്തോടുകൂടി രാക്ഷസന്മാരുമായിട്ട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്ത് എല്ലാ രാക്ഷസന്മാരെയും കാലപുരിക്കയച്ചു. അങ്ങനെ രാക്ഷസന്മാരും ഹനുമാൻ സ്വാമിയായിട്ട് എന്താ പറയുന്നത്, വലിയൊരു യുദ്ധം തന്നെ നടന്നു എന്ന് പറഞ്ഞു. ഭയങ്കര യുദ്ധം നടന്നു. ആ യുദ്ധത്തിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? സീതാമാതാവിനെ രക്ഷപ്പെടുത്തുന്നത്. അത്രയും വലിയ യുദ്ധത്തിലൂടെ മാതാവിനെ രക്ഷപ്പെടുത്താൻ എനിക്കെന്താ അറിയോ, കഴിച്ചിട്ട് ക്ലാസ് എടുക്കാൻ വന്നാലേ ഉറങ്ങിപ്പോവും അല്ലേ, ഒരിത് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരും സ്വസ്ഥമായിട്ട് പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ് അമ്മ. ഹരേ കൃഷ്ണ. കഴിച്ചു കഴിഞ്ഞിട്ട് ചമ്മന്തി അരച്ചതാ. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നിട്ട് കിടക്കാം. ജയേഷ്, ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. എന്നും ക്ലാസ് ഉണ്ടാവും. മോസ്റ്റ്ലി എല്ലാ ദിവസവും ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ഭഗവാനെ ഓർത്ത് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാം. കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും അത് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട കഥ ഇമാജിൻ ചെയ്ത് കിടക്കും കേട്ടോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹരേ കൃഷ്ണ. നമുക്ക് നാളെ കാണാം. നാളത്തെ ക്ലാസ്സൊക്കെ എത്ര മണിക്കാണെന്നുള്ളതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലിടും കേട്ടോ. ഗ്രൂപ്പിൽ ആഡ് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് തന്നാൽ മതി. 9342494941.
ഫുഡ് എന്നും ഞാനിവിടെ ഉണ്ടാക്കും. രാവിലെ ഉച്ചയ്ക്ക് രാത്രികൾ പ്രിപ്പയർ എല്ലാം ഓൺ പ്രിപ്പറേഷൻ. 9342494941 അത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട് നമ്പർ. അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി, ആഡ് ചെയ്യാം. ഓക്കെ, ഫുഡൊക്കെ നമ്മളിവിടെ സാത്വിക് ഫുഡ് എന്നും റെഡിയാണ്. ഹരേ കൃഷ്ണ. ബൈ, നാളെ കാണാം.